നമ്മളുടെ മാനുഷികമായ ചിന്തകൾ വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ അളക്കുന്നത്. പ്രിയപ്പെട്ടവർ ഓർത്തുവെങ്കിൽ ഈശോ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. കോമയാണ്, കുത്തല്ല, കോമയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ശരിക്കും പ്രാർത്ഥന സാധിച്ചു കൊടുത്തില്ലേ? നമുക്കത് സമ്മതിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം കുഞ്ഞു കുഞ്ഞു തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് ഞാൻ സാധിച്ചെടുക്കുന്ന പരിപാടിയാണ് പ്രാർത്ഥന എന്നത് തെറ്റിദ്ധാരണയാണെങ്കിലോ? ഒരു മനുഷ്യനായ എൻ്റെ അനുദിന ഭൗമിക ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് എങ്ങനെയോ നേടിയെടുക്കണം. അത് ചിലപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കണം, ത്യാഗങ്ങൾ ചെയ്യണം, തലകുത്തി നിൽക്കണം, ഇന്ന ജപങ്ങൾ ഇത്ര തവണ ചെല്ലണം. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ എൻ്റെ മാനുഷികമായ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് സാധിച്ചെടുക്കുന്ന പരിപാടിയാണ് പ്രാർത്ഥന എന്ന് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണെങ്കിലോ? അങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നമാവുമല്ലേ? കാരണം പരമ്പരാഗതമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആ നിർവചനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പം ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളോട് ഇപ്പം നിലവിളിച്ച ആ കുഞ്ഞിനോട് ഉൾപ്പെടെ ചോദിച്ചാൽ പറയും വാട്ട് ഈസ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അവർ പറയുകയാണ് പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമാണ്. സംഭാഷണമാകുമെന്ന് നമുക്ക് ആണെങ്കിൽ ദൈവം ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ എന്താ കേൾക്കാത്തത്? ഇത് വൺ മാൻ ഷോ അല്ലല്ലോ, നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവം ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കാത്തത്. അങ്ങനെയാണല്ലോ സംഭാഷണമാകുന്നത്. ഇപ്പം ചുമ്മാ മലയാളി ഒരേ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരേ ദിശയിലേക്ക്, ഒരേ സംസ്കാരം, ഒരേ ഭാഷ, ഒരേ മാനസികാവസ്ഥ, അങ്ങനെ യാത്ര ചെയ്യുന്ന രണ്ടു പേര് തമ്മിൽ എത്രമാത്രം മിണ്ടുന്നുണ്ടാവും? കൂടി വന്നാൽ എവിടെ പോവുക, എവിടെ ഇറങ്ങും, എന്താ പരിപാടി, തീർന്നു. ഈ ഹൃദയപൂർവ്വം ഹൃദയം തുറന്നു വെച്ച് സംസാരിക്കുന്നത് ആരോടായിരിക്കും? ബന്ധമുള്ളവരോടാണ്. അപ്പം നമ്മൾ ആദ്യം മാറ്റാൻ ശ്രമിക്കുന്ന, വചനത്തിൽ നിന്ന് ആദ്യം നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന ആ കൊച്ചു തെറ്റിദ്ധാരണ ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തോടുള്ള എൻ്റെ ബന്ധമാണ് പ്രാർത്ഥന. ആ ആഴമായ ബന്ധം തന്നെ പ്രാർത്ഥനയാണെന്ന് പഠിപ്പിച്ച ഏക പുസ്തകം ബൈബിളാണ്. നമുക്കത് അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് വചനത്തിൽ നിന്ന് പഠിക്കാം. ദൈവത്തോടുള്ള എൻ്റെ ബന്ധമാണ് പ്രാർത്ഥന. അതിൽ ഭാഷ ഉണ്ടാകണമെന്നോ സംസാരം ഉണ്ടാകണമെന്നോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും ഒരു നിർബന്ധവും ബൈബിൾ പറഞ്ഞില്ല. ഈ ദൈവത്തോട് ആഴമായ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം തന്നെ പ്രാർത്ഥനയാണെന്ന് വചനം പഠിപ്പിച്ചു. നമുക്കത് ഗൗരവമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരു 4-5 വചനം പറയാം ബൈബിളിൽ നിന്ന്, പല ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് 4-5 വചനങ്ങൾ പറയാം. ആദ്യത്തെ വചനം റോമർ 8:26. പൗലോസ്ലീഹ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വചനം. വചനം ഇപ്രകാരമാണ്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കതൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. കാരണം നമ്മൾ ആ ബൈബിളിൻ്റെ ഭാഷ പഠിക്കുമ്പോഴേ ആ വചനത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാകത്തുള്ളൂ. കാരണം ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ജീവിക്കുമ്പം ദേഹം, ദേഹി ആ വാക്കൊക്കെ ഉണ്ട്. ഗ്രീക്കുകാരാണ് ശരിക്കും ആത്മാവ്, മനസ്സ്, ശരീരം ഇങ്ങനെ വേർതിരിവുണ്ടാക്കിയത്. കൂടുതൽ പഠിക്കാൻ വേണ്ടി, ആഴത്തിൽ പഠിക്കാൻ ഇങ്ങനെ മനുഷ്യനെ വേർതിരിച്ചത് ഗ്രീക്കുകാരാണ്. പക്ഷേ യഹൂദനായ ഒരാൾക്ക് ഈ വ്യത്യാസമില്ല. പൗലോസ്ലീഹ യഹൂദനായിരുന്നു, ഗ്രീക്കിൻ്റെ സ്വാധീനമുണ്ടെങ്കിലും അദ്ദേഹം ഹെബ്രായനായിരുന്നു, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരിക്കലും ഈ സ്വാധീനത്തിൽ നിന്ന് അത് എഴുതിയില്ല. അപ്പോൾ വെറുതെ ആത്മാവ് എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആത്മാവ് നമ്മെ സഹായിക്കും, ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചെന്താ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആത്മാവെന്ന് വെറുതെ പറയുന്നത്. സുവിശേഷം നോക്കാം നമുക്ക്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല.
നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ? ശരീരം ചീഞ്ഞു പോകുന്നതും ആത്മാവ് നിലനിൽക്കുന്നതുമാണ്. അതൊരു സങ്കല്പമാണ്. അങ്ങനെയല്ല പുതിയ നിയമം എഴുതിയത്. ആത്മാവ് എന്ന് വെറുതെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ശരീരമെന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ശരീരമെന്ന് പറയുന്ന അർത്ഥത്തിലല്ല. അത് ആ ഭാഷയുടെ പ്രത്യേകതയാണ്. നമ്മൾ ശരീരമെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ബൈബിൾ വിളിച്ച വാക്ക് ജഡം എന്നാണ്. നമുക്ക് പക്ഷെ അത് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ജഡം ജീവനില്ലാത്ത ശരീരമാണ്. അപ്പൊ പുതിയ നിയമത്തിൽ ശരീരം എന്ന വാക്ക് വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത നിന്റെ വ്യക്തിത്വം പൂർണ്ണമല്ല എന്നാണ് ആ വചനത്തിന്റെ അർത്ഥമെങ്കിലോ. ഈശോ അപ്പമെടുത്ത് അന്ത്യത്താഴത്തിൽ അപ്പമെടുത്ത് ഇങ്ങനെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഞാനാകുന്ന വ്യക്തിയാണ്, അല്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരു പീസ് മുറിച്ചു എന്ന അർത്ഥത്തിലല്ലെങ്കിലോ. അപ്പം നമുക്ക് ഇത്തിരി കൂടി ഗൗരവമായിട്ട് ധ്യാനിച്ചാലേ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാകത്തുള്ളെങ്കിലോ. അതിങ്ങനെ മനസ്സിലാകും തോറും നമ്മുടെ വിശ്വാസ ജീവിതം എളുപ്പമുള്ളതാകുകയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് കേവലം ഒരു കൺവെൻഷന് വേണ്ടി പറയുന്നതല്ല. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ പറയുന്നത് പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ് എന്ന് ബൈബിൾ പഠിപ്പിച്ചത് നമ്മൾ പതുക്കെ 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 മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാകും തോറും പ്രാർത്ഥന ഒരു അത്ഭുതമായി മാറുകയാണ്. നമുക്കതിന് ആഴങ്ങൾ പഠിക്കാം. ഈ വചനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് ആരാണ് പറഞ്ഞത്? യേശുവിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ് പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന്. അപ്പം നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? നമുക്കറിയില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അടുത്ത വചനമാണ് ധ്യാന വിഷയം. അവാച്യമായ നെടുവീർപ്പുകളാൽ, വാചകങ്ങളില്ല, ഭാഷയില്ല, അത് തന്നെ പ്രാർത്ഥനയാണ്. കാരണം പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ധാരണകളെ തോൽപ്പിക്കുന്നതാണ്, അതിലംഘിക്കുന്നതാണ്. ഇറ്റ് ഈസ് സർപ്പാസിങ് ഓൾ അവർ നോളജ്. നമ്മുടെ ഒരു ധാരണ, എൻ്റെ എന്തോ ഒരു ഫാക്കൾട്ടി, ഒരുപക്ഷെ എൻ്റെ മനസ്സായിരിക്കാം, എൻ്റെ തലച്ചോറായിരിക്കാം, എൻ്റെ ശരീരമായിരിക്കാം, എൻ്റെ ചിന്തകളായിരിക്കാം പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പ്രവൃത്തികളായിരിക്കാം പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നമ്മൾ കരുതിക്കൊണ്ടിരിക്കുമ്പം ബൈബിൾ എന്ന വലിയ പുസ്തകം പഠിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. നമ്മൾ സാധാരണ ബലഹീനരായ മനുഷ്യരാണ്. അതുകൊണ്ട് ദൈവം സൗജന്യമായി തന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മളെ അതിശയിപ്പിക്കുന്ന അറിവാണ്. കാരണം നമുക്കത് അറിയില്ലാത്തത് കൊണ്ട്, പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വലിയൊരു ദൈവശാസ്ത്രം, വലിയൊരു തർക്കം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, സൗജന്യമായി ദൈവം എനിക്ക് തന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ റോൾ എന്താണ് പ്രാർത്ഥനയിൽ? മനുഷ്യനായ എൻ്റെ റോൾ എന്താണ് പ്രാർത്ഥനയിൽ? ശരിയുത്തരം പറഞ്ഞാൽ സമ്മാനം തരാം. എന്ത് സമ്മാനമാണ്? എൻ്റെ പുഞ്ചിരിയും പ്രാർത്ഥനയും. ഇങ്ങനത്തെ 3 തരാം ഫ്രീ ആയിട്ട്. അത് എൻ്റെ പുഞ്ചിരി. ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ വചനം വളച്ചൊടിക്കണമല്ല കേട്ടോ, എൻ്റെ ആശയം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കണമല്ല. ഇത്രയും വലിയൊരു സദസ്സിൽ ഇത് പറയണമെങ്കിൽ നമ്മൾക്കത് പഠിക്കാണ്ട് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ആലോചിച്ച് നോക്കാവോ? എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല, ശരിക്കും എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം സൗജന്യമായി തന്ന പരിശുദ്ധാത്മാവാണ്. എങ്കിൽ എൻ്റെ റോൾ എന്താണ് പ്രാർത്ഥനയിൽ? ഭയങ്കര കട്ടിയുള്ള ചോദ്യമാണല്ലേ. നമുക്കത് ഗൗരവമായിട്ട് പഠിക്കാം. ഈ കരിസ്മാറ്റിക്കാരുണ്ട്. ഇപ്പം ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്.
50 വർഷമായി ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് ഓഗസ്റ്റ് മാസം ഓണത്തിൻ്റെ അവധിക്ക് 1976 ഒരുപക്ഷെ എൻ്റെ കൊച്ചറിവ് ശരിയാണെങ്കിൽ ലോകത്ത്, ഏഷ്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മലയാളത്തിൽ കരിസ്മാറ്റിക് ധ്യാനം നടന്ന ആദ്യത്തെ സെൻ്ററാണ് ഈ അസീസി ധ്യാനകേന്ദ്രം ഭരണങ്ങാനത്തുള്ളത്. 50 വർഷമായി. ഇപ്പം ദൈവദാസൻ എന്ന് കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ആർമണ്ട് മാധവത്ത് കപ്പൂച്ചിൻ, അദ്ദേഹം മലബാറിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. 2 ധ്യാനകേന്ദ്രം തുടങ്ങി, പട്ടാരത്തും അസീസിയിലും ഭരണങ്ങാനത്തും തുടങ്ങി. അദ്ദേഹത്താൽ സ്ഥാപിതമാണ് ഈ ധ്യാനകേന്ദ്രം. ഈ കരിസ്മാറ്റിക്കാരോട് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്ന വാക്കാണ്, അവരുടെ ഒരു കുത്തക പോലത്തെ ഒരു വാക്കാണ് വിട്ടുകൊടുക്കുക. ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർ വിട്ടുകൊടു ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് ഏറ്റവും ലളിതമായ വാക്കാണ്, ദൈവശാസ്ത്രപരമായ വാക്കാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുക. ഇതൊന്നും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഞാൻ എന്തിനു അനുവാദം കൊടുക്കണം? കേൾക്കുമ്പോൾ തന്നെ മണ്ടത്തരല്ലേ? പക്ഷേ വചനം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ബൈബിൾ ഉണ്ടെങ്കിൽ പുതിയ നിയമം തുറന്ന് കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാം വചനം വായിക്കുന്നത് നല്ലതാണ്. അതിൽ സ്ലീഹ പഠിപ്പിക്കുന്ന ദൈവം ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ജീവൻ നിവേശിപ്പിക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ, മനുഷ്യനെന്ന അവസ്ഥയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ആദ്യത്തെ കൃപ സ്വാതന്ത്ര്യമാണ്. ഇതിനെ മോറൽ തിയോളജി ഫ്രീ വിൽ, ഇച്ഛ എന്ന വാക്കുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ സ്വതന്ത്രമായി, ദൈവത്തെ പോലെ സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള കഴിവാണ് ദൈവം മനുഷ്യന് കൊടുത്തത്. ഇത് വളരെ ഗൗരവമുള്ള ആശയമാണ്. ദൈവം എന്തിനാ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തത് എന്നുള്ള തർക്കം, അതൊക്കെ നമുക്ക് തീർക്കാം പതുക്കെ. ഓർത്തു നോക്കിയേ, നിയമാവർത്തനം 30, പഴയ നിയമം മുഴുവൻ, പ്രഭാഷകൻ അല്ല, അങ്ങനെ യെശയ്യാ പ്രവാചകൻ, അങ്ങനെ ഓരോ പുസ്തകം എടുത്ത് വെക്കുമ്പോഴും ഈ ആശയം ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ഇതാ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കൊള്ളുക. ദൈവം അത്രയ്ക്കും നമുക്ക് സ്വാതന്ത്ര്യം തന്ന്. യെശയ്യാ പ്രവാചകൻ 30:20, നല്ല രസമാണ് ആ വചനം കേൾക്കാൻ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല, അവിടുത്തെ നാനങ്ങൾ നിന്നെ ദർശിക്കും. അടുത്ത വചനം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവം എന്തുകൊണ്ടാണ് പിന്നിൽ നിന്ന് സംസാരിക്കുന്നത്? ദൈവം ഇടയനല്ലേ, ദൈവം മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളല്ലേ. ദൈവം എന്തിനാ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത്? അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. ദൈവം പറയാം, എടാ ഇപ്പം അങ്ങനെ ഇടത്തോട്ട് പോട്ടെ, വലത്തോട്ട് പോയാൽ അപകടമുണ്ട്, ശ്രദ്ധിച്ചു പോ, ഇടത്തോട്ട് പോകുമ്പോൾ പതുക്കെ പോ. ദൈവം ഇങ്ങനെ പുറകിൽ നിന്ന് പ്രേരണയായി തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നോക്കിയാലോ, എടാ ശ്രദ്ധിച്ചാലടാ, എടാ പഠിച്ചാലോ, നമുക്ക് ഇങ്ങനെ നോക്കിയാലാ. ദൈവം JCB അല്ല ഇടിച്ചു കയറാനായിട്ട്. ഓക്കെ, അവസാനത്തെ പുസ്തകം നോക്കിയേ, വെളിപാട്. ഈ ചില വീട്ടിലൊക്കെ ആ പടമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഡോർലീശോ മുട്ടി വിളിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ട്. വെളിപാട് 3-ാം അധ്യായം, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവനോടൊപ്പം വിരുന്നിനിരിക്കും. ദൈവം എന്തെങ്കിലും ഇടിച്ചു കയറാത്തത്? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഈ തർക്കമായ ദൈവം എന്തിനാ മനുഷ്യന് സ്വാതന്ത്ര്യം തന്നത് എന്ന വലിയ തർക്കത്തിന്റെ ഉത്തരം ഏകവചനമാണ്, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ആ ഒരു കുഞ്ഞു വചനത്തിൽ എല്ലാ ജ്ഞാനവും നമുക്ക് ഒതുക്കാൻ പറ്റും. നമ്മുടെ എല്ലാ തർക്ക വിഷയങ്ങളും ആ വചനത്തിൽ അവസാനിക്കും. മനസ്സിലാവുന്ന പോലെ പറയാൻ ശ്രമിക്കാം. ദമ്പതികളായിട്ടുള്ള ആൾക്കാർ, കല്യാണം കഴിച്ച ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദമ്പതികൾക്കുപരി നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടിയാണെന്ന് വിചാരിക്കുക. ഭാര്യ ഭർത്താവും ദമ്പതികളാണ്, പക്ഷെ ഇത്തിരി കൂടി സുഹൃത്തുക്കൾ പോലെയാണെന്ന് വിചാരിക്കുക. ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് സ്നേഹമാണ്, അല്ലാതെ താല്പര്യങ്ങളോ കല്യാണം കഴിച്ചു പോയല്ലോ എന്ന ഗതികേട്, അങ്ങനെ നിയമങ്ങളോ ഇതൊന്നുമല്ല. സ്നേഹമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ തീവ്രമായി പ്രണയിക്കുന്ന, തീവ്രമായി സ്നേഹിക്കുന്ന, ആഴമായി മനസ്സിലാക്കുന്ന, കൂട്ടുകാരെ പോലെ ജീവിക്കുന്ന 2 ദമ്പതികള്
അവർ തമ്മിൽ പെർമിഷൻ ആവശ്യമുണ്ടോ അതോ ഇൻഫർമേഷൻ മതിയോ? ഉദാഹരണം, ഭാര്യ കാർ എടുത്ത് പുറത്തേക്ക് പോന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഓർത്ത് അയാളോട് പറഞ്ഞില്ല, ടുട്ടു ചുക്കുട്ടുക്കു ഞാൻ വണ്ടി എടുത്തായിരുന്നു കേട്ടോ. ആ എടി നീ എപ്പോ വരും? ഞാൻ 12 ആ കുഴപ്പമില്ല, എനിക്ക് 2 മണിക്കൊന്ന് പുറത്തു പോകണം. നീ 12 മണി വരെ എന്ത് കാണിക്കുകയാണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവ് വിശ്വസിക്കുകയാണ് എൻ്റെ ഭാര്യയാണ്, എന്നെ ചതിക്കുകയില്ല. അപ്പൊ ഓർത്തു നോക്കിയ, ദൈവം സ്നേഹമാവുന്നു എന്ന വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ദൈവം നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കാരണം സ്നേഹത്തിൽ നിന്നാണ് ട്രസ്റ്റ്, പരസ്പര വിശ്വാസ്യത ഉണ്ടാകുന്നത്. കാരണം സ്നേഹത്തിൽ മാത്രമേ പരസ്പരം വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസത്തിൽ നിന്ന് ദൈവം തന്ന ദാനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യം. എൻ്റെ കുഞ്ഞാണ്, ഞാൻ പറയുന്ന പോലെ കേൾക്കും. ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് 1000 രൂപ എടുത്ത് ഭർത്താവ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയാണ്, ഞാൻ 1000 രൂപ നീ എടുത്തല്ലേ, ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരിക്കുന്നു. ഓക്കെ, എന്തിനാ 1000 എടുത്തെന്ന് ഞാൻ ചോദിക്കണം. എന്തിനാ? എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്, എൻ്റെ ജീവിതം പങ്കിട്ടെടുത്ത ആളാണ്. തീവ്രമായ പ്രണയത്തില്, തീവ്രമായ സ്നേഹത്തിലുള്ള ആളുകൾ എന്തിനാ ശരിക്കും സംശയിക്കുന്നേ? അപ്പൊ സ്നേഹത്തിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. മനുഷ്യന് ദൈവം എന്തിനാ സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന വലിയ തർക്കം ഈ ഒരൊറ്റ വചനത്തിൽ നമുക്ക് അവസാനിപ്പിക്കണം. ദൈവം സ്നേഹമാവുന്നു. കാരണം സ്നേഹത്തിന് മാത്രമേ പരസ്പരം വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ആ പരസ്പര വിശ്വാസത്തിൽ നിന്ന് ദൈവം തന്ന ദാനമാണ് സ്വാതന്ത്ര്യം. എങ്കിൽ നമ്മളിതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വചനം റോമർ 8:26, അവാച്യമായ നെടുവീർപ്പുകളാൽ, ഒരു കുഞ്ഞു നെടുവീർപ്പ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വരമുണ്ട്, ദീർഘനിശ്വാസം. ആ ദീർഘനിശ്വാസം പോലും പ്രാർത്ഥനയാണെന്നാണ് വചനം പഠിപ്പിച്ചത്. കാരണം പ്രാർത്ഥന ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, എൻ്റെ ദൈവം, പരിശുദ്ധാത്മാവായ എൻ്റെ ദൈവം, സൗജന്യമായി എനിക്ക് തന്ന എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എൻ്റെ ആകെയുള്ള റോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുക എന്നാണ്. ഈ അനുവാദത്തെയാണ് നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ എന്തിന് അനുവാദം കൊടുക്കണം? കാരണം ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ഞാൻ സമ്മതിക്കാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയില്ല. കത്തോലിക്ക സഭയിലെ വലിയ പണ്ഡിതനായ, വലിയ ജ്ഞാനിയായ ഒരു വിശുദ്ധന്റെ പേര് സെന്റ് അഗസ്റ്റിൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സെന്റൻസ് എല്ലാവരും ഇങ്ങനെ പ്രസംഗത്തിൽ പറയും. ആ സെന്റൻസ് ഇപ്രകാരമാണ്: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. എൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്തേ. ഇങ്ങനെ മേരി എന്ന പേരുള്ള 12 വയസ്സുള്ള ഒരു ഇത്തിരി പോകുന്ന ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രധാന മാലാക കാത്തു നിൽക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ അനുവാദത്തിന് ദൈവത്തിന്റെ പ്രധാന മാലാക കാത്തു നിൽക്കുകയാണ്. ഒരിത്തിരി പോകുന്ന പെങ്കൊച്ചിനെ അങ്ങോട്ട് ദൈവം ആഗ്രഹിക്കണ പോലെ ആക്കി തീർക്കാൻ മേലേ. അതാണ് സ്നേഹം. സ്നേഹത്തിൽ മാത്രമേ ഈ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തത് നമ്മൾ പിടിച്ചു വാങ്ങാണ്. ഞാൻ പറയണ പോലെ ഭാര്യ ജീവിക്കണം, ഞാൻ പറയണ പോലെ ഈ കൺവെൻഷൻ നടക്കണം, ഞാൻ പറയണ പോലെ ക്യാമറ വെക്കണം. സ്നേഹം വരുമ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. അപ്പൊ സ്നേഹത്തിന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. നമ്മളിങ്ങനെ അടുത്ത വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിലാദ്യം പഠിച്ച വചനം റോമർ 8:26. അതൊരു കുഞ്ഞു ഫോർമുല പോലെ മനസ്സിൽ കുറിച്ചു വെക്കാം. പ്രാർത്ഥന സമം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ബ്രാക്കറ്റിൽ എൻ്റെ അനുവാദത്തോടെ. ഈ എൻ്റെ അനുവാദമാണ് ദൈവശാസ്ത്രം. നമ്മളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. 2, ഈ ഒരു ആശയം മനസ്സിലാക്കാൻ, വചനത്തെ ധ്യാനപൂർവ്വം മനസ്സിലാക്കാൻ, രണ്ടാമത്തെ വചനം റോമർ 5:5. വചനം ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഭയങ്കര സൂപ്പർ വചനമാണ്. നമുക്കത് ഈ റോമർ ലേഖനമാണ് ഏറ്റവും ഗഹനമായിട്ടൊക്കെ തോന്നുന്നത്.
ഇപ്പൊ 8ാമത്തെ അധ്യായം മാത്രം എടുത്തു നോക്കിയേ, 39 വചനങ്ങളുള്ള അതിഗംഭീരമായ വചനം. ഓരോ വചനവും ഒരു മാസമൊക്കെ പറയാൻ മാത്രം ജ്ഞാനം നിറഞ്ഞതാണ്. അപ്പൊ എല്ലാം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ ഈ വചനം തന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളി ആയതുകൊണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല, ചുമ്മാ ഒരാശയം പറയാൻ വേണ്ടി നമ്മൾ ഭാഷയുടെ ഒരു പ്രശ്നം പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. പിന്നെ മലയാളി ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷ്ടം, പ്രേമം, സ്നേഹം. ഈ കളിയാക്കണല്ല കേട്ടാ, സത്യമായിട്ടും കളിയാക്കണല്ല, ഇതൊക്കെ എന്തോരം മനുഷ്യർ കാണുന്നുണ്ടാവും. ഈ മലയാളി ഒരു പക്ഷേ എൻ്റെ കുഞ്ഞറിവിൽ മലയാളി മാത്രം പ്രതികരിക്കുന്ന ഒരു ഉത്തരമാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുക വിശക്കണുണ്ടാ, ഈ ഭൂമിയിൽ മലയാളി മാത്രമേ ഈ ഉത്തരം പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളൂ. ഒരു ഇന്റർവ്യൂവിന് പോയി, ഒരു ചെറുപ്പക്കാരൻ ഇന്റർവ്യൂവിന് പോയി എന്ന് വിചാരിക്കുക, അവനോട് ചോദിക്കുകയാണ് ജാവ അറിയാവാ, അപ്പൊ തന്നെ അവനെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കും. കാരണം അവന്റെ പേഴ്സണാലിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട്. അറിയില്ല, അറിയാം, പറ്റത്തില്ല, പറ്റും, അതെ, അല്ല എന്ന് മലയാളി പറയത്തില്ല. മലയാളി മാത്രം പറയുന്ന രണ്ടാമത്തെ വാക്കാണ് കുഴപ്പമില്ല. ഇത് മലയാളി മാത്രമേ പറയുള്ളൂ. എടാ പാൻസകനുണ്ട്, ആ കുഴപ്പമില്ലടാ. സിനിമയും കണ്ട്, ആ കുഴപ്പമില്ലടാ. പരീക്ഷ കണ്ടായിരുന്നു, ആ കുഴപ്പമില്ല. പെണ്ണെങ്ങനെയുണ്ട്, ആ കുഴപ്പമില്ല. ഈ കുഴപ്പമില്ലായ്മയുടെ ടൂണ് മാറണല്ലാണ്ട് നല്ലത് നല്ല എന്ന് മലയാളി പറയൂല, ചീത്ത ചീത്തയാന്നും പറയൂല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നട്ടലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കളിക്കണ ഒരു വാക്കാണ് കുഴപ്പമില്ല. അപ്പൊ ഈ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് ഈ 3 വാക്കുകൾ ഇഷ്ടം, പ്രേമം, സ്നേഹം. എങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാകുന്നത്? ഹൗ ഇഷ്ടം ഈസ് ഉണ്ടാകൽ? വളരെ ലളിതമാണ്. ചുമ്മാ ഓർത്തേ, എനിക്ക് നല്ലതാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാണ് ഇഷ്ടം. ഇപ്പൊ ചില പലഹാരം ഇഷ്ടം, ചില വസ്ത്രങ്ങൾ ഇഷ്ടം, ചില സിനിമാ നടീനടന്മാരെ ഇഷ്ടം, ചില കളിക്കാരെ ഇഷ്ടം, ചില വാഹനങ്ങൾ ഇഷ്ടം. എനിക്ക് നല്ലതാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാണ് ഇഷ്ടം. അടുത്ത വാക്ക് പ്രേമം. എങ്ങനെയാണ് പ്രേമം ഉണ്ടാകുക? പ്രേമം ശരീരം ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണം, കുഞ്ഞു പ്രായത്തിൽ നമുക്ക് എല്ലാവരും തുല്യരാണ്, എല്ലാം ഒരേപോലെയാണ്. പക്ഷെ ശരീരം വികസിക്കുമ്പോൾ, ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങൾ മാറുമ്പം, ശരീരം പൂർണ്ണ വികാസം എത്തുമ്പോൾ പ്രകൃതിയിൽ ദൈവം തന്ന വരദാനമാണ് പ്രേമം. അതിൻ്റെ അളവ് ജഡികമാകുമ്പോഴാണ് അത് വളരെ ഹൊറിബിളായി പോകുന്നത്. ഇത്തിരി ലജ്ജാകരമായിട്ടൊക്കെ അത് മാറിപ്പോകുന്നത്. കേവലം ശാരീരികമായിട്ട് പ്രേമം മാറിപ്പോകുന്നതാണ്. കുമാരനാശാന്റെ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്: മാംസനിബദ്ധമല്ല രാഗം. സ്നേഹമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ജഡമെന്ന അവസ്ഥയില്ല, മാംസമില്ല. അതങ്ങനെയാണ്. കാരണം സ്നേഹം അത്രയ്ക്കും പ്യൂറാണ്. പ്രേമം ദൈവം തന്നാണ് കൃപ. അത് നമുക്കൊരു പ്രായമാകുമ്പം നമുക്കങ്ങനെ തോന്നും. തോന്നണ്ടാണ്. കാരണം എന്നാലേ നമ്മൾ പൂർണ്ണ വളർച്ചയുള്ള മനുഷ്യരാകത്തുള്ളൂ. അപ്പം ശരീരം ഉണ്ടാക്കിയതാണ് പ്രേമം, മനസ്സ് ഉണ്ടാക്കിയതാണ് ഇഷ്ടം. ഇനി ഉത്തരം തരാവോ? സ്നേഹം എവിടുന്നാണ് ഉണ്ടാകുന്നത്? എളുപ്പമുള്ള അയാൾ പറഞ്ഞിട്ട് കട്ടിയുള്ള നമ്മളോട് ചോദിക്കുക, സ്നേഹം എവിടുന്നാണ് ഉണ്ടാകുന്നത്? എൻ്റെ പൊന്നച്ച, പുട്ടിൻ്റെ അകത്ത് നാവി വരുന്ന എങ്ങനെയാന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ ഇത്രയും വലിയ കാര്യം ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാവും? എന്നോടാണോ? ഉത്തരമാണോ പറഞ്ഞേ? ആ പപ്പ, ദൈവത്തിൻ്റെ വചനമോ സഭാശ്രേഷ്ഠന്മാരോ കാനൻ നിയമമോ പണ്ഡിതന്മാരോ ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത്. ഹൃദയത്തിലാണ് ദൈവം സ്നേഹം സൂക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ വചനം അങ്ങനെയാണ്. ഹൃദയം ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് സ്നേഹമെങ്കിൽ ദൈവം എന്തിനു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കണം? ഇഫ് ഇറ്റ് ഈസ് ഈസിലി പ്രൊഡ്യൂസ്ഡ്, constructed, created by a human being, why should God incarnate? വളരെ ഈസി അല്ലേ? നമുക്ക് അങ്ങോട്ട് കണ്ണടയ്ക്കുക, ഓം ക്രീം പിന്നെ ഈശോയെ 1/2 കിലോ സ്നേഹം ഉണ്ടാകട്ടെ, അപ്പം അങ്ങോട്ട് സ്നേഹം ഉണ്ടായി. അങ്ങനെ പറ്റത്തില്ലല്ലോ. ഞാൻ പറയണല്ലോ കേട്ടാ, ഇത് വചനം പറയുന്നതാണ്. യോഹന്നാന്റെ ലേഖനങ്ങൾ വളരെ ലളിതമാണ്. സുവിശേഷം കവിത പോലെയാണെങ്കിലും ലേഖനങ്ങൾ ഏറ്റവും ലളിതമാണ്. വലിയ ദൈവശാസ്ത്രം ഏറ്റവും ലളിതമായ ഭാഷയിൽ നമ്മളെ പഠിപ്പിച്ച ആളാണ് യോഹന്നാൻ. വലിയ
ദൈവിക ജ്ഞാനം ഇത്തിരി കട്ടിയുള്ള ഭാഷയിൽ പഠിപ്പിച്ച ആളാണ് പൗലോസ്ലീഹ. രണ്ടുപേരും പഠിപ്പിച്ചത് സ്നേഹത്തെക്കുറിച്ചാണ്. ഈ യോഹന്നാന്റെ ഒന്നാമത്തെ സ്ഥലം പറയത്തില്ല, ആകെ 5 അധ്യായമുള്ളു. ഒന്നാമത്തെ ലേഖനം മുഴുവൻ വായിക്കുന്ന നല്ലതാണ്. ഒളിഞ്ഞു കിടക്കുന്ന ഒരു വചനമുണ്ട് അതിൽ, അല്ലയോ സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, കാരണം സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വചനം തന്നെ പഠിപ്പിക്കുകയാണ്, സ്നേഹം മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന കേവലം മാനുഷികമായ ഒരു വികാരമല്ല. ദേഷ്യം എന്നൊക്കെ പറയണ മാതിരി ഒരു വികാരമല്ല സ്നേഹം, അത് ദൈവം തരേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇനി ആ വചനം ഒന്നുകൂടെ പഠിക്കാം. ഈ റോമ 5:5 നമ്മൾ ഒന്നുകൂടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ ചൊരിയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ മഴ ഇങ്ങനെ വീഴുന്ന പോലെയാണ്, അതിന് അളവൊന്നുമില്ല. ഇങ്ങനെ കണക്കില്ലാതെ ദൈവം തരുന്നതിനെയാണ് ചൊരിയുക എന്ന് പറയാം. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ എനിക്ക് സ്നേഹം നൽകപ്പെടുന്നില്ല. രണ്ടാമത്തെ വചനത്തെ ഒരു ഫോർമുല പോലെ എഴുതി വെച്ചാൽ ഇപ്രകാരമാണ്: സ്നേഹം സമം വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അല്ലാതെ മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന ഒരു വികാരമല്ല സ്നേഹം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് പ്രാർത്ഥന സംഭവിക്കുന്നത്. എൻ്റെ അനുവാദം വേണം, ഞാൻ സമ്മതിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. 2, സ്നേഹം ദൈവം പരിശുദ്ധാത്മാവിലൂടെ തരുന്നതാണ്. അപ്പൊ എത്രമാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നോ അത്രയും എനിക്ക് സ്നേഹം നൽകപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കട്ടിയുള്ളതാണോ എന്നറിയില്ല, പക്ഷേ ഏറ്റവും ലളിതമാക്കി പറയാനാണ് ശ്രമിക്കുന്നത്. നമുക്കിത് മുഴുവൻ പറയാം, എന്നിട്ട് സംശയങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം. ആദ്യം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പ്രാർത്ഥനയും ദൈവം സാധിച്ചു തരുമോ, അങ്ങനെയുള്ള കുറെ തർക്കങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ വചനം ഇപ്പൊ ആദ്യം റോമർ 8:26, 2 റോമർ 5:5, 3. മൂന്നാമത്തെ വചനം നമ്മൾ പഠിക്കുകയാണ്. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 1 യോഹന്നാൻ 3:1. അപ്പൊ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. വചനം ഇപ്രകാരമാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്ത് ലളിതമായ ഭാഷ, പക്ഷെ ആഴമായ ദൈവശാസ്ത്രം. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ഈ സ്നേഹമൊഴുക്കി എന്ന് പഠിപ്പിച്ച ആള് പൗലോസ്ലീഹയാണ്. റോമർ 5:5. അതേ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു യോഹന്നാൻ. പല വർഷങ്ങളിൽ പല സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട വചനം, ഒരേ ആത്മാവാൽ എഴുതപ്പെട്ട വചനം സെയിം ആശയമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ സ്നേഹം ദൈവം ആത്മാവിലൂടെ തന്നു എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പം, അതേ സ്നേഹം എന്നിലേക്ക് ഒഴുക്കുമ്പം ദൈവത്തിന്റെ ഉദ്ദേശം എന്നെ ദൈവത്തിന്റെ കുഞ്ഞാക്കുക എന്നാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഈ സ്നേഹം എന്നിലേക്ക് ഒഴുക്കുമ്പം ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കുഞ്ഞാക്കി എന്നെ മാറ്റുക എന്നാണ്. ഓക്കെ, നമുക്ക് ആ കണക്ഷൻ പോകാതെ പെട്ടെന്ന് വേറൊരു വചനം കൂടെ പഠിക്കാം. കാരണം സെയിം പൗലോസും സെയിം യോഹന്നാനും ഒരേ കാര്യമാണ് പഠിപ്പിച്ചെന്ന് പറയാൻ വേണ്ടിയാണ്. പുതിയ നിയമം എല്ലാം ഒരേ ആത്മാവ് എഴുതിയാന്ന് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് 4-ാമത്തെ വചനം പഠിക്കാം. റോമർ 8:15. റോമർ 8:15. വചനം ഇപ്രകാരമാണ്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്, പകരം പുത്രസ്വീകാര്യത്തിൻ്റെതാണ്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ എന്ന വാക്ക് അവിടെ ഇല്ല. ഈ ആത്മാവ് മൂലമാണ് നാം ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് ഇത് മുഴുവൻ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഭൂമി മുഴുവൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ അബ്ബാ പിതാവാണെന്ന് പഠിപ്പിച്ച ഏക പുസ്തകം ബൈബിളാണ്. ഈശോ പറഞ്ഞ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിലാക്കലിൽ ഈശോ സ്വന്തം അതരത്തിൽ നിന്ന് പറഞ്ഞ ആദ്യത്തെ വചനം 12 വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോകുമ്പം 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോൾ പറഞ്ഞ മറുപടിയാണ്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? അന്നാ ഇത്തിരി പോകുന്ന 12 വയസ്സ് മുതൽ ദൈവത്തെ അപ്പാ എന്ന് തന്നെയാണ് ഈശോ വിളിച്ചത്. അബ്ബാ. ഈ അപ്പ എന്ന് നമ്മുടെ മലയാള ഭാഷയിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന ആ വാക്ക് ഒരാളുടെ പേരല്ലല്ല. അപ്പൻ എന്നത് ഒരു ബന്ധത്തിന്റെ സൂചനയാണ്. അപ്പൊ ആ വചനം വളരെ ഗൗരവമുള്ളതാണ്. നമുക്കൊരു മാസം നിന്ന് പറയാൻ മാത്രം ഈ റോമർ 8:15 അത്ര ജ്ഞാനമുള്ള വചനമാണ്. ആദ്യത്തെ ഭാഗം നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്നത്, അതിങ്ങനെ മാറ്റിവെച്ചിട്ട് അടുത്ത വചനം. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത്. മൂന്നാമത് നമ്മൾ പഠിച്ചാണ് അപ്പനായ ദൈവം നമ്മളിലേക്ക് സ്നേഹമൊഴുക്കുമ്പം നമ്മളെ ദൈവത്തിന്റെ കുഞ്ഞാക്കുകയാണ്. 4, നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞായതുകൊണ്ടാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നത്. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. 5-ാമത്തെ വചനം, ഒരുപക്ഷെ ഈ ആശയം തെളിയിക്കാനുള്ള 5-ാമത്തെ വചനം റോമർ 8:17. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ഒരു കുഞ്ഞു വചനത്തിൽ എത്ര വലിയ ദൈവശാസ്ത്രമാണ് പറഞ്ഞതെന്ന് നോക്കിക്കേ. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ഉദാഹരണം, പുറയിരിക്കുന്ന ഒരു പപ്പ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം എനിക്ക് തൊണ്ട ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത്തിരി വെള്ളം വേണമെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് വെള്ളത്തിനൊന്നും യോഗ്യത ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് കെഞ്ചുകയാണ്, പാപ്പ എനിക്ക് തൊണ്ട ഇങ്ങനെ എനിക്ക് ഇത്തിരി വെള്ളം തരുക എന്ന് ഞാൻ യാചിക്കുകയാണ്. കാരണം എനിക്ക് ഈ വെള്ളത്തിന് അവകാശമില്ല. ഞാൻ ആരുമല്ല, ഈ ഉടുപ്പിന്റെ ബലമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഈ അദ്ദേഹത്തെ പോലെ ഫോട്ടോ എടുക്കാൻ വന്നതോ ഈ തറ തുടയ്ക്കാൻ വന്ന ഒരു ആളാണ്. അദ്ദേഹം വലിയ മനുഷ്യൻ. അപ്പം ഞാൻ എനിക്ക് ഇത്തിരി തൊണ്ടവേ എനിക്ക് ഇത്തിരി വെള്ളം തരുക എന്ന് ഞാൻ യാചിക്കുകയാണ്. ഈ പുറകിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ആള് എൻ്റെ അപ്പനാണെന്ന് വിചാരിക്കുക. ഞാൻ യാചിക്കണ, ഞാൻ കാലേ കെട്ടി വീണ് യാചിക്കണ, ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു തരുക എന്ന് ഞാൻ യാചിക്കണ. ഞാൻ എന്നാ പറയാം, പാപ്പ ഈ ഭയങ്കര ദാഹിക്കണം പാപ്പ, ഇത്തിരി വെള്ളം നമുക്ക് എവിടെയെങ്കിലും നോക്കടാ വാടാ. അതാണ് വ്യത്യാസം. ഒരുപക്ഷെ ഈശോ കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവം ഇതാണ്, ദൈവം സ്നേഹമാണെന്ന്. എന്നിട്ട് ആ സ്നേഹം സ്വന്തം അപ്പനാണെന്ന് പഠിപ്പിച്ച് ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ മാത്രം ഈശോയാണ് നമ്മളെ മക്കളാക്കി വളർത്തിയത്. കാരണം പരിശുദ്ധാത്മാവിനെ തന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവരെല്ലാം ദൈവപുത്രന്മാരാണ് എന്ന് പഠിപ്പിച്ച പൗലോസിന്റെ വചനം ഓർത്തു നോക്കിയേ. ഈ സൗജന്യമായിട്ട് ഈ ആത്മാവിനെ തരുമ്പം അതിനെ സ്വീകരിച്ചവരെല്ലാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാവുകയാണ്. പിന്നെ നമ്മൾ എന്തിനാ യാചിക്കുന്നത്? മനസ്സിലാവുന്ന പോലെ പറയാം. ഇപ്പം എൻ്റെ ഇടവക പള്ളിയിൽ ഒരു വലിയ കൽക്കുരിശുണ്ട്. വെള്ളിയാഴ്ച വലിയ പ്രാർത്ഥനകൾ അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ സാധാരണ മനുഷ്യർ പാവങ്ങളൊക്കെ വരുന്നത്, അവരിങ്ങനെ ഇഷ്ടികയൊക്കെയാണ് അവിടെ, കുറേ ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി തന്നെ. അവരിങ്ങനെ ഇഷ്ടിക എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ കുരിശിന് ചുറ്റും ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ നടക്കും. ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമോ? നിങ്ങൾ അപ്പനാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പെൻസിൽ വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് 2 രൂപ പോലും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പാപ്പ ഈ ഒരു പെൻസിൽ വാങ്ങിത്തരുക. അപ്പം നിങ്ങൾ പറയാണ് സ്കൂൾ തുടങ്ങിയപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു തന്നാളാ, നീ ഇത് കളഞ്ഞല്ലേ, നീയൊക്കെ അങ്ങനെ നന്നാവും, ഗതി പിടിക്കും, 2 രൂപ മുടക്കണ്ടേ ഇനി, എന്നാ വാങ്ങിച്ചു തരാം. വീടിന് ചുറ്റും 3 വട്ടം വലം വെച്ചിട്ട് വാ, 300 വട്ടം തലകുത്തി മറിയും, ഇന്ന കാര്യങ്ങൾ ഇത്ര തവണ ചെല്ലിച്ചും വാ. നിങ്ങൾ പറയുമോ? പറ്റത്തില്ല. കാരണം നിങ്ങൾ അപ്പനാണ്, നിങ്ങൾ അമ്മയാണ്, നൊന്തു പ്രസവിച്ച അമ്മയാണ്. നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ല. ഇത്തിരി പോകുന്ന മനുഷ്യർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം കൊതിക്കുക. നിങ്ങളൊരാവശ്യവുമായിട്ട് വരുമ്പം നിങ്ങളുടെ അപ്പനായ ദൈവം പറയുക, എനിക്ക് മനസ്സില്ല, നീ പോയിട്ട് അടുത്ത വർഷം വാന്ന്. ഇതൊക്കെ നമുക്ക് തല കൊണ്ട് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എത്ര വർഷം പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിക്കാതെ പോയിട്ടില്ലേ? അപ്പൊ നമുക്കിതൊന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഓരോ ധ്യാന കേന്ദ്രവും പ്രാർത്ഥന ഇറക്കണുണ്ട്. നോമ്പ് കാലത്ത് എന്തോരം ആൾക്കാരാണ് യൂട്യൂബിൽ വചനം പറയണേ. ഇതെല്ലാം കൂടെ കേട്ട് നമുക്ക് ഭയങ്കര ടെൻഷനാവും. ദുശക്തികളുടെ വിളയാട്ടം, പിശാചാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണ എന്തോരം ആൾക്കാരുണ്ട്. ദൈവം അങ്ങനെ ചെയ്യുവാന്ന് ഓർത്തേ.
ദൈവം ചെയ്യുമായിരിക്കും. കാരണം ദൈവം ഇങ്ങനെ ആകാശത്തിനപ്പുറം എവിടെയോ ഇരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ദൈവത്തിന് അങ്ങനെ പറ്റുമായിരിക്കും. പക്ഷെ ഈശോ പഠിപ്പിച്ച ദൈവം അപ്പനാണ്. അപ്പൻ എന്നത് ഒരാളുടെ പേരല്ല, ഒരു ബന്ധത്തിന്റെ സൂചനയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ അപ്പനാണ്. എന്ത് രസാ നോയിക്കേ. ഇത് ആരാ പഠിപ്പിച്ച? ഈശോ. ആരാണ് ഈ കൃപ തന്നത്? ഈശോ. അവനെ വിശ്വസിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കൃപ നൽകി. എന്ത് രസാ നോയിക്കേ. ഇത് നമുക്ക് സമ്മതിക്കാൻ പറ്റണില്ല. കാരണം എന്താ? നമ്മളിൽ സ്നേഹം നിറഞ്ഞിട്ടില്ല. നമ്മളിൽ എന്തുകൊണ്ട് സ്നേഹം നിറഞ്ഞിട്ടില്ല? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. ഈ ദൈവത്തോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഇങ്ങനെ എവിടെയോ ഇരിക്കുന്ന ഒരു സങ്കല്പമാണ്. ഇങ്ങനെ ത്രാസൊക്കെ പിടിച്ചിട്ട് നമ്മുടെ നന്മതിന്മകൾ അളന്നു നോക്കി കുഞ്ഞുങ്ങൾ ഇപ്പൊ ഫെബ്രുവരി തീരാൻ പോവാണ്, മാർച്ച് വരെ അല്ലേ. മാർച്ച് ഭീകര പരിപാടിയാണ്. കാരണം അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം, ഇൻകം ടാക്സ്, പരീക്ഷ എല്ലാം മാർച്ച് മാസമാണ് വരുന്നത്. പീഡനത്തിന്റെ കളിയാണ്. മിക്കവാറും നോമ്പ് ഈ മാർച്ച് മാസമായിരിക്കും. എല്ലാം പീഡനമാണ്, മാർച്ച് മാസമാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര നാൾ ഉഴപ്പി ഒരു കൊച്ച് പെട്ടെന്ന് പരീക്ഷ ആയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തിരികെത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുക. അവന്റെ മനസ്സിൽ ആദ്യം വരണം എന്താ? ഇത്രയും നാൾ ഞാൻ ഉഴപ്പിയല്ല, ഇനി ദൈവത്തോട് എന്താ പറയുക? ഇപ്പൊ ദൈവം എന്താ വിചാരിക്കുക? പിന്നെ ഞാൻ അന്ന് കോപ്പിയൊക്കെ അടിച്ചില്ല, ഞാൻ അന്ന് പപ്പയെ തെറി പറഞ്ഞാണല്ല, ടീച്ചറെ ഞാൻ മറ്റേ റോക്കറ്റ് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കിയാണ്. അപ്പൊ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കൂല. ദൈവം അപ്പനാണെങ്കിൽ എങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റും? പറയണൊക്കെ മനസ്സിലാവണുണ്ടാന്ന് അറിയില്ല, സമ്മതിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മനസ്സിലാവണുണ്ടാവും, സമ്മതിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്നാലാ, ബുദ്ധിമുട്ടിൽ എഴുന്നേറ്റ് നിന്നാലാ, ഇരുന്നും മടുക്കണുണ്ടാവും. ചൂടെടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഉടുപ്പ് തരാം കേട്ടാ. അല്ല, ഞങ്ങൾ ചൂടുകാലത്ത് പ്രത്യേക AC സൗകര്യം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നുന്ന ആൾക്കാരും ചോദിച്ചാൽ ഈ ഉടുപ്പ് തരാം. ആദ്യത്തെ 5 മിനിറ്റ് ഫ്രീ ആണ്, പിന്നെ കാശ് തരണം. താങ്ക് യു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കണ്ണടയ്ക്കാവാ. നമ്മളും സാധാരണ മനുഷ്യരാണ്, നമുക്ക് നിറയെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവും. മറ്റവൾ എന്താ പ്രാർത്ഥിക്കാത്ത? അച്ഛനിപ്പോൾ എങ്ങോട്ടായിരിക്കും നോക്കണേ? അത് വിട്ടുകളായി. സ്വന്തം അപ്പാന്ന് വിളിച്ചിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 55-ാം വചനം, ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവ്, ആ പിതാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ദൈവമെന്ന ആ ആശയം പോലും മാറ്റിക്കളഞ്ഞിട്ട് എവിടൊക്കെ ദൈവം എന്ന വാക്കുകൊണ്ട് അവിടെ എല്ലാം അപ്പാന്ന് വിളിക്കാനാണ് ഈശോ പറഞ്ഞത്. എന്ത് രസം! അപ്പാന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. അപ്പന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. എന്ത് ഭാരമാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്? രോഗമാ, ജോലി കിട്ടാത്തതാ, കടബാധ്യത, ഏതാണ് നമ്മളെ തളർത്തുന്നത്? സ്വന്തം അപ്പനെ അറിയാൻ പാടില്ലാത്ത എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത്? ഇതാ ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. കണ്ട, അപ്പൊ വിജാതീയരെന്ന വാക്ക് മറ്റു മതത്തിൽപ്പെട്ടെന്ന് അർത്ഥമല്ല കേട്ടോ. നിരീശ്വരവാദിയെ, ദൈവവിശ്വാസം ഇല്ലാത്തവരെ പുതിയ നിയമം വിളിച്ച വാക്കാണ് വിജാതീയർ. എല്ലാ അർത്ഥത്തിലും അല്ല, പക്ഷെ ആ വാക്കിന് നിരീശ്വരവാദി എന്നുകൂടി അർത്ഥമുണ്ട്, വിശ്വാസം ഇല്ലാത്തവർ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ വിശ്വാസം ഇല്ലാത്തവർ വലിയ വലിയ വർത്താനം പറയും. ദൈവം നിന്റെ അപ്പനാണെങ്കിൽ നീ എന്തിനാ വർത്താനം പറയണേ? നീ രഹസ്യത്തിൽ മുറിയിൽ കയറി കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ അപ്പനോട് പറയാനാ പറഞ്ഞത്. അത്ര കൊച്ചു കാര്യങ്ങൾ പോലും നിന്റെ അപ്പനറിയാം. നമുക്കതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നാല, എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധമാണ് പ്രാർത്ഥന. ആ ബന്ധം സ്ഥാപിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് എൻ്റെ ഈശോയാണ്.
അപ്പം ഈശോയ്ക്ക് നന്ദി പറയാൻ മാത്രമേ അതായിരിക്കും ബെസ്റ്റ് പ്രാർത്ഥന. വേറെന്താ ഡിമാൻഡ് ചെയ്യുക ശരിക്കും? ഇന്നത് താന്ന് പറയാൻ നമ്മൾ ആരാ ശരിക്കും? നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അത് വിശ്വാസം ഉണ്ടെങ്കിലും മനസ്സിലാവും. നമുക്കതിന് നന്ദി പറഞ്ഞാൽ കണ്ണടച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അബ്ബാന്ന് വിളിക്കാവ. ആരും കേൾക്കണ്ടെന്നേ. ഏറ്റവും രഹസ്യമായിട്ട് ചമ്മൽ തോന്നും. അങ്ങനെയൊക്കെ വേറൊരു ഭാഷയിലുള്ള വാക്കാണത്. അപ്പാന്ന് വിളിച്ചാലും മതി. അപ്പച്ച, ഡാഡി, പപ്പ, ചാച്ച, നിങ്ങൾ എന്താ വിളിക്കുക? അത് ശരിക്കും ദൈവത്തെ വിളിച്ചാൽ മതി. അത്രയ്ക്കും ഇൻറ്റിമേറ്റ് ആയിട്ട്, അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ളൊരു പേരായിട്ടാണ് ഈശോ ദൈവത്തെ അവതരിപ്പിച്ചത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയാവാ, അപ്പാ. ഈ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ എന്നെ നിർബന്ധിച്ച ഒരു സന്ദർഭമുണ്ട് എൻ്റെ ജീവിതത്തിൽ. പറയുന്നതൊന്നും ഇങ്ങനെ വിമർശിക്കാനോ ഇത്തിരി പോകുന്ന വിശ്വാസത്തെ കൊച്ചാക്കാൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അതൊന്നും ഉദ്ദേശമല്ല. പക്ഷെ ഇതെന്നെ ബാധിച്ചാണ്. ഒരു സാധാരണ അച്ഛനായിട്ട്, ഒരു സാധാരണ സന്യാസിയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇങ്ങനെ വചനം പഠിക്കേണ്ടി വന്ന്, സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കേണ്ടി വന്ന്, ഗുരുക്കന്മാരെ ആശ്രയിക്കേണ്ടി വന്ന്. എനിക്ക് എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ ഒരു ആശ്രമത്തിൽ, സ്ഥലമൊന്നും പറയില്ല, വർഷമൊന്നും പറയത്തില്ല, ഒരു ആശ്രമത്തിൽ ഒരു സാധാരണ ആളായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കത്തോലിക്ക സഭയിൽ വിശുദ്ധരുണ്ട്. അന്തോണിസ് പുണ്യാളൻ, ഇങ്ങനെ ഉണ്ണീശോയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഉടുപ്പുള്ള ഒരാളുണ്ട്. അതിങ്ങനെ കഷണ്ടിയല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവിൽ ഇങ്ങനെ കഷണ്ടിയല്ല. അത് ഞങ്ങൾ സന്യാസികളായതുകൊണ്ട് ഇതിനെ ചട്ടിമണ്ട എന്നാ പറയുക. ചട്ടിമണ്ട, ഒരു ചട്ടി പോലൊരു സാധനം ഇങ്ങനെ വെക്കും, എന്നിട്ട് അത് മാർക്ക് ചെയ്യും. കുറച്ചും കൂടെ വലിയ സാധനം വെക്കും, മാർക്ക് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള മുടി മാത്രം നിർത്തത്തുള്ളൂ, ബാക്കിയെല്ലാം വടിച്ചു കളയും. അതിങ്ങനെ സന്യാസികളായതുകൊണ്ട് അഴക് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങളൊന്നും ചെയ്യേണ്ട, തന്നെ പോകുന്നുണ്ട്. ഒരു ചട്ടിയും വെക്കണ്ട, അല്ല തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ ഇല്ലല്ലോ. ഈ അന്തോണിസ്വാളിലൊക്കെ സ്റ്റാച്ചു അങ്ങനെയാണ് ഈ കാണപ്പെടുന്നത്. ഉണ്ണീശോയാണ് ഇങ്ങനെ ബൈബിള് വായിക്കുമ്പം ഉണ്ണീശോ വന്ന് ഇരിക്കുമായിരുന്നു എന്നാണ്. ഫ്രാൻസിസ്കനാണ്, സ്വന്തം സഭയിൽപ്പെട്ട ആളാണ്. അതൊക്കെ ചുമ്മാ അവസരം വന്നുകൊണ്ട് പറയുന്നതാണ്. ഈ അന്തോനി വേറൊരു സഭയിലുണ്ടായിരുന്ന ആളാണ്. അഗസ്റ്റീനിയൻ സഭയിലായിരുന്നു. ഫെർണാണ്ടോ എന്നായിരുന്ന പേര്. അപ്പം അഗസ്റ്റീനിയൻസ് എല്ലാം വലിയ പാണ്ഡിത്യമുള്ളവരാണ്. സ്വന്തം ആശ്രമത്തിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങില്ല. എപ്പോഴും വചനവും ധ്യാനമായിട്ടിരിക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ ഇങ്ങനെ ഈ വേഷം ധരിച്ച കുറേ ആൾക്കാർ, അരയിൽ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നത്, ഒരു 4-5 പേര്. അപ്പം ഇങ്ങനെ അതിശയം തോന്നിയിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് ഗേറ്റിങ്ങിൽ നിന്നിട്ട്, ആരെന്താണ്, എന്താ പരിപാടി, എവിടെ പോവാണ്? അപ്പം ഞങ്ങൾ മൊറോക്കോയിൽ പോവാണ്, വചനം പറയാൻ പോവാണ്. അപ്പം നിങ്ങൾ വചനം പറയാൻ പോവാണ്? നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഫ്രാൻസിസ്. ഏത് ഫ്രാൻസിസ്? ഫ്രാൻസിസ് അസീസി. ഞങ്ങൾ ഫ്രാൻസിസ്കൻസാണ്, ഞങ്ങൾ ഫ്രാൻസിസിൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ എവിടെ പോകണം? വചനം പറയാൻ പോകണം. നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുമോ? വചനം? പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റും. ലോകം മുഴുവൻ പോയി വചനം പറയണമെന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര അതിശയമായി ഈ ഫെർണാണ്ടോയ്ക്ക്. അപ്പോൾ അവർ പറഞ്ഞ്, അപ്പോൾ ആശ്രമത്തിലേക്ക് വിളിച്ച് കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്ത്, കുളിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്ത്, വിശ്രമിച്ചിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞ് സൗകര്യങ്ങളെല്ലാം കൊടുത്ത്, കഥകളൊക്കെ അറിഞ്ഞ്, സഭയെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അവരെ യാത്രയാക്കുമ്പോൾ ഈ ഫെർണാണ്ടോ പറഞ്ഞ്, തിരിച്ചു വരുമ്പോൾ വചനമൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണം, ഇവിടെ വരണം കേട്ടോ. ശരിയെന്ന് പറഞ്ഞു. തലയൊക്കെ അവർ പോയി. തലയാട്ടിയതല്ലാതെ തിരിച്ചു വന്നപ്പോൾ തലയുണ്ടായിരുന്നില്ല. അവർ രക്തസാക്ഷികളായി, 5 എണ്ണം രക്തസാക്ഷികളായി. തിരിച്ച് തലയില്ലാണ്ടാണ് വന്നത്. അപ്പം ഇങ്ങനെ അന്തോനിക്ക്, ഫെർണാണ്ടോയ്ക്ക് ഭയങ്കര ദൈവ സ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ വചനം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സ്വന്തം സഭയുടെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾ ഫ്രാൻസിസ്കൻ സഭയിൽ വന്നത്. അപ്പം സ്വീകരിച്ച പേരാണ് അന്തോനി എന്ന്. അന്തോനി കൈവെക്കുന്നതിലൊക്കെ ഡബിൾ ലാഭമാണ് ഈ പ്രാഞ്ചിയേട്ടനെ പോലെ. അപ്പം ഇങ്ങനെ അസൂയുണ്ടായി. സ്വന്തം ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടായി. കാരണം ഇയാൾക്ക് കൂടോത്രമൊക്കെ ഉണ്ടാവും. കാരണം ഇയാൾ ചെയ്യണൊക്കെ നന്മയാണ്, കാണാൻ നല്ലതാണ്, മുടിഞ്ഞ അറിവും ജ്ഞാനം കൊണ്ട് ഭയങ്കര എളിമയാണ്. അപ്പം ഇത് എന്തോ പരിപാടി ഉണ്ട് എന്ന് സംശയം തോന്നിയിട്ട് ഒരു കുഞ്ഞു കുടില് പോലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ തുളയിട്ടിട്ട് സ്വന്തം സഹോദരങ്ങൾ നോക്കുമ്പം മുറിയിലിരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന അന്തോനിയുടെ ബൈബിളിൽ
ഉണ്ണീശോ വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ സംഭാഷണം നടത്തുമായിരുന്നു. ഭാഷ ഏതാണെന്ന് സത്യമായിട്ടും അറിയില്ല. ഇത് കണ്ടു നിൽക്കുന്ന സഹോദരങ്ങളുടെ കണ്ണ് നിറഞ്ഞ ഒഴുകുന്നു. എപ്പോൾ പ്രാർത്ഥിക്കാൻ ബൈബിൾ തുറന്നാലും ഉണ്ണീശോ ഒന്ന് വർത്താനം പറയുമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ തമ്മി വർത്താനം പറയണ പോലെ ഉണ്ണീശോയായിട്ട് വർത്താനം പറയുമായിരുന്നു ഈ അന്തോണി. എന്നെ അതിശയിപ്പിക്കണം അതല്ല, അതാണ് എളിമ. ഈ ഉണ്ണീശോയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം സന്യാസ സഭയിൽ പ്രാർത്ഥിക്കാൻ മണിയടിക്കുമ്പം സഹോദരങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം, പ്രഭാതം, ഉച്ചയ്ക്ക് അങ്ങനെ കാനോ നമസ്കാരം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥിക്കുന്ന സമയത്ത് മണിയടിക്കുമ്പം ഈ ബൈബിളിലിരിക്കുന്ന ഉണ്ണീശോയോട് പറയുമായിരുന്നു, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ആരോടാണ് ഈ പ്രാർത്ഥിക്കാൻ പോണത്? ഇതേ ഉണ്ണീശോയോടാണ്. അപ്പം അതൊക്കെ എന്നെ ഭയങ്കര ഞെട്ടിച്ചാണ്. പോട്ടെ. അപ്പം ഈ അന്തോണിസ് പുണ്യാളൻ്റെ നൊവേനയുണ്ട് ഈ ആശ്രമത്തിൽ. ചൊവ്വാഴ്ച 10 രൂപയാണ് നൊവേനയുടെ വില. ഒരമ്മയെ ഞാൻ സ്ഥിരം കാണുന്നുണ്ട് ഈ നൊവേനയ്ക്ക്. കുർബാനയ്ക്ക് അധികം കാണുന്നില്ല, പരിശുദ്ധ ബലിക്കൊന്നും കാണുന്നില്ല. ഈ നൊവേനയ്ക്ക് ഈ അമ്മ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞു പുസ്തകം അങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന മുഴുവൻ കാണാപ്പാടം അറിയാം, പക്ഷെ ഒച്ചത്തിലാണ് പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ച ഈ അമ്മയുടെ പേരുണ്ടാവും, 10 രൂപ തരും. അപ്പം ഞാൻ ഒരു 2-2.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 വർഷമായപ്പോൾ എനിക്ക് ഭയങ്കര അനുകമ്പ ഉണ്ടായി. ഈ അമ്മയെ പരിചയപ്പെട്ട് ഒരു 1.5 വർഷമായപ്പം എനിക്ക് അനുകമ്പ ഉണ്ടായി. നല്ല തടിയനച്ഛൻ, അയാൾക്ക് അനുകമ്പ ഉണ്ടാകാൻ 1.5 വർഷം വേണ്ടി വന്ന്. ഞാൻ എന്തായാലും ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഈ അന്തോണി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ നിലവിളിക്കണുണ്ടല്ലോ, അമ്മ എന്തിനാ വിഷമിക്കണേ, എന്നോട് പറയുകയാണെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാം. അപ്പം അമ്മ പറഞ്ഞ്, അയ്യോ നല്ല കാര്യം, അച്ഛൻ ഇപ്പോഴെങ്കിലും ചോദിച്ചില്ല അച്ഛാ, വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാണ് സാമ്പത്തികം. എന്നാൽ ഈ മകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടാ, അവൾ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. മകള് നന്നായി പഠിച്ചതാണ് അച്ഛാ, അപ്പം അവൾക്ക് വിദേശത്ത് പോകാൻ കണ്ട. ഇത്രയും ചെറിയ കാര്യത്തിലാണ് അമ്മ സങ്കടപ്പെടണം, ഇന്നലെ വിളിക്കണെന്തിനാ? ഞാൻ നോക്കിക്കോളാം, അമ്മ പൊക്കോ. അമ്മയെ സമാധാനിപ്പിച്ച് ഞാൻ പറഞ്ഞു വിട്ട്. പള്ളിയൊക്കെ അടക്കണ സമയത്ത്, ഇതൊക്കെ എടുത്തു വെക്കണ സമയത്ത് ഞാൻ അന്തോണിസ് പുണ്യാളോട് പറഞ്ഞ്, അന്തോണിസ് പുണ്യാളാ, നിനക്ക് നാണയില്ലേ? പുണ്യാളനാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ പിടിച്ചോണ്ടൊക്കെ നാണയില്ലേ? നമ്മൾ ഒരേ സഭയാണ്. സ്വഭാവം നോക്കരുത്. നമ്മൾ ഒരേ സഭയാണ്. ഒരു പാവപ്പെട്ട അമ്മ ഒന്ന് നിലവിളിക്കുമ്പോൾ നീ എന്ത് പുണ്യാളനാണ്? ഇത് സാധിച്ചു കൊടുക്കാൻ പാടില്ലേ? കയ്യിലെല്ലാം ഉണ്ണീശ്വരിക്കണം, പറയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തി. ഞാൻ പേടിപ്പിച്ചിട്ടാണ്, ഞാൻ കളിയാക്കിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. കാര്യം സാധിച്ച് ഈ അമ്മ വന്ന് ഞങ്ങൾക്ക് മുട്ടായൊക്കെ തന്ന്, ഞാൻ 5 കൊടുത്ത് ഞാൻ തിന്ന്. കാരണം ഞങ്ങൾക്ക് പറഞ്ഞിട്ടാണല്ലോ കാര്യം സാധിച്ചത്. പക്ഷെ ഇനി പറയുമ്പോഴാണ് സങ്കടം. ഞാൻ പറയണ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. വിദേശത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 6 മാസം വളരെ ചെറിയ കാലാവധിയാണ്. ഈ 6 മാസം തികയ്ക്കുന്നതിന് മുമ്പ് ഈ കൊച്ച് തിരിച്ചു വരേണ്ടി വന്ന്, തിരിച്ചു വരുമ്പം ഇതിനാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരസുഖം കൂടി ഉണ്ടായിരുന്നു. ആ അസുഖത്തിൻ്റെ പേര് എയ്ഡ്സ് എന്നാണ്. സ്ഥാനക്കയറ്റം കിട്ടാൻ, ശമ്പളം കൂടുതൽ കിട്ടാൻ, ആനുകൂല്യങ്ങൾ കൂടുതൽ, ബെനഫിറ്റ്സ് കിട്ടാൻ ജീവിതത്തിൽ ഒരിക്കൽ ചെറുതായി ഒന്ന് കോംപ്രമൈസ് ചെയ്തതാണ്. ഈ സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാനും കൂടെ ബഹളം വെച്ചിട്ടാണ് ഇത് നടന്നതെന്നാണ് എൻ്റെ വിചാരം. ഇത് ദൈവം സാധിച്ചാണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ അറിവിൽ നൊന്തു പ്രസവിച്ച ഒരമ്മ 1.5 വർഷം, എൻ്റെ അറിവിൽ 1.5 വർഷം പ്രാർത്ഥിച്ചിട്ട് ദൈവം പൊട്ടനായിരുന്ന, ഇത്രയും നാൾ ദൈവം എവിടെയായിരുന്നു? എന്നിട്ട് ദൈവമാണ് അത് സാധിച്ചെന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ച് എനിക്കറിയാൻ പാടില്ല. ദൈവം എന്തുകൊണ്ടാണ് വൈകിയത് എന്നൊരു തർക്കം കൂടിയില്ലേ? നൊന്തു പ്രസവിച്ച ഒരമ്മ സ്വന്തം കുടുംബത്തിന്റെ സങ്കടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവം എവിടെയായിരുന്നു? എന്നെ അത് വല്ലാതെ സങ്കടപ്പെടുത്തി. എൻ്റെ വിശ്വാസം ഞാൻ തന്നെ ചോദ്യം ചെയ്ത്, എന്തിനാണ് ഈ ഉടുപ്പിട്ട് നടക്കണേ, ദൈവം എവിടെയാണ് എന്നൊക്കെ എനിക്ക് വിഷമായി. അങ്ങനെയാണ് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവര്, നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കാം. ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുമെന്ന് ചോദിച്ചാൽ കേൾക്കും. കാരണം ദൈവത്തിന് വേറെ പണിയില്ല. ദൈവം എല്ലാ പ്രാർത്ഥനയും സാധിച്ചു തരുമോ? സാധിച്ചു തരുമോ? ഇല്ല. ഇത് വചനത്തിൽ നമ്മൾ കണ്ടുപിടിച്ച 3 ഉത്തരങ്ങളാണ് കേട്ടോ. ദൈവം
അപ്പനായ ദൈവം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കരുണയായ അപ്പനായ ദൈവം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും സാധിച്ചു തരത്തില്ല എന്ന് വചനം പഠിപ്പിച്ച 3 സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. സ്ഥലമൊന്നും പറയത്തില്ല, പുതിയ നിയമം മുഴുവൻ വായിക്കാൻ വേണ്ടിയാണ് സ്ഥലം പറയാത്തത്, പുസ്തകങ്ങൾ പറയാം. 1, ആദ്യത്തെ സന്ദർഭം യാക്കോബിന്റെ ലേഖനം. യാക്കോബ് ഇപ്രകാരം പറയുന്നു: നീ എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ അത് നിന്റെ ദുർമോഹങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. യു ആർ ട്രൈങ് ടു സാറ്റിസ്ഫൈ യുവർ ഈവിൾ ഡിസയേഴ്സ്. നിന്റെ ദുർമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നീ എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ട, കറക്റ്റാ. മണി മൊബൈൽ അടിച്ചില്ല, അപ്പൊ കറക്റ്റാണ്. രണ്ടാമത്തെ സന്ദർഭം ഇത്തിരി കൂടി പ്രശ്നം പിടിച്ചാണ്. രണ്ടാമത്തെ സന്ദർഭം യോഹന്നാൻ സ്വന്തം ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈശോ ആ പ്രാർത്ഥന പഠിപ്പിച്ചായിട്ടാണ് നമ്മൾ ഒരു സന്ദർഭത്തിൽ കാണുന്നത്. മറ്റു വചനഭാഗത്ത് ചുമ്മാ അങ്ങ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിൽ പ്രിയപ്പെട്ടവർ ചുമ്മാ ആ പ്രാർത്ഥന ഇങ്ങനെ മനസ്സിൽ ഓർത്തു നോക്കിയേ. എല്ലാ സെന്റൻസും നിവേദനങ്ങളാണ്. എവറി സെന്റൻസ് ഈസ് എ പെറ്റീഷൻ. തരണേ, നോക്കണേ, മേ 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 എന്ന് അവസാനിക്കുന്ന പെറ്റീഷൻസ് ആണ്, നിവേദനങ്ങളാണ്. ഒരു സെന്റൻസ് നിബന്ധനയാണ്. വൺ സെന്റൻസ് ഈസ് എ കണ്ടീഷൻ. ആ സെന്റൻസ് എന്താണ്? ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നോട് ക്ഷമിച്ചാൽ മതി. മറുവശം അതിൻ്റെ വകഭേദം, ഞാൻ അംഗീകരിക്കുന്ന പോലെ എന്നെ അംഗീകരിച്ചാൽ മതി. ഞാൻ ബഹുമാനിക്കുന്ന പോലെ എന്നെ ബഹുമാനിച്ചാൽ മതി. ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നോട് ക്ഷമിച്ചാൽ മതി എന്നതിൻ്റെ അർത്ഥം ഞാൻ അനുഗ്രഹിക്കുന്ന പോലെ എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ്. ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലാകാത്ത അനേകം വചനങ്ങൾ അതിലുള്ളപ്പോഴും ഒരു സെന്റൻസ് പോലും, ഒരു വചനം പോലും ഈശോ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആ പ്രാർത്ഥനയിൽ ഈശോ എക്സ്പ്ലെയിൻ ചെയ്ത ഏക സെന്റൻസ് ഈ നിബന്ധനയാണ്: നീ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നിന്നോടും ക്ഷമിക്കുകയില്ല. ഇത് ഭയങ്കര കട്ടിയുള്ള ഭാഷയിലാണ് ഈശോ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് സമ്മതിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മൾ വണ്ടി ഓടിച്ച് ഇത്രയും തിരക്കിൽ മടുത്ത് സുല്ലിട്ടിരിക്കണാണ്. ഇത്രയും തിരക്കിലൊക്കെ നമ്മൾ ഓടി വരുമ്പം നമ്മളുടെ മുന്നിൽ കയറിപ്പോകാൻ സമ്മതിക്കാതെ ഇങ്ങനെ മുമ്പിൽ കിടന്ന് കളിക്കണ ഒരു കാറുകാരൻ, ഒരു ലോറിക്കാരൻ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. സ്ഥാനക്കയറ്റം തരാത്ത മാനേജർ, അംഗീകരിക്കാത്ത ജീവിത പങ്കാളി, ആദരിക്കാത്ത മക്കള്, സ്നേഹിക്കാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യർ, ഇവരെയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ക്ഷമിക്കണമെന്ന്? ക്ഷമ മാനുഷികമല്ല, ദൈവികമാണ്. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളിൽ വചനം പഠിപ്പിക്കുന്നതാണ്. അതിൽ സ്നേഹമെന്ന് തുടങ്ങിയിട്ട് അതിലൊരു വാക്കാണ് ക്ഷമ. അപ്പം നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം, ഇത് 3 ബൈബിളിൽ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഫലം, ദാനം, വരം. ചുമ്മാ സന്ദർഭം വന്നുകൊണ്ട് പറയുന്നതാണ്. ദാനം എന്താണ്? ദാനം, ഗിഫ്റ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ഗിഫ്റ്റ്. ആ വാക്ക് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ദൈവം സൗജന്യമായി എനിക്ക് തരുന്നതാണ് ദാനം. 7 എണ്ണമുണ്ട്: ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്. മീൻസ് ഒരു മനുഷ്യനായ എൻ്റെ ഡേ ടു ഡേ ലൈഫ്, അനുദിന ജീവിതത്തിന് ഭൗതിക, ഈ കാണുന്ന ഭൗതികം, പെറിഫറൽസ്, ഈ കാണുന്ന ഇത്തിരി പോകുന്ന ലോകത്തിൽ ജീവിക്കുന്ന ഞാൻ, ഭൗമികം, ഭൂമിയിൽ ജീവിക്കുന്ന ഭൗതികനായ മനുഷ്യനായ എൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമായ ദൈവകൃപയുടെ പേരാണ് ദാനം. അത് ഞാൻ ചോദിച്ചില്ലെങ്കിലും ദൈവം തരും, ഫ്രീ ആയി തരും. കാരണം അതിൻ്റെ പേര് തന്നെ ദാനമെന്നാണ്. ഫലം, ആ വാക്കാണ് എൻ്റെ അർത്ഥം. പരീക്ഷാ ഫലം, പരിശോധന ഫലം, ഇലക്ഷന്റെ ഫലം. അപ്പൊ എന്തിൻ്റെയോ പ്രവർത്തന ഫലമായി സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഫലമെന്ന് പറയുന്നത്. മീൻസ്
ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് 12 കാര്യങ്ങൾ. സ്നേഹം, ദയ, നന്മ, ക്ഷമ. കാരണം അത് ദൈവം പ്രവർത്തിക്കുന്നുകൊണ്ട് സംഭവിക്കുന്നതാണ്. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ 12 കാര്യങ്ങൾ. മൂന്നാമത്തത് വരം. ഇത്രയും എനിക്ക് മതി. ഒരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് ഇത്രയും മതി. അപ്പൊ എൻ്റെ ഭൗതിക ജീവിതത്തിനും എൻ്റെ ആത്മീയ ജീവിതത്തിനും ഇത്രയും മതി. ദൈവം സ്നേഹമുള്ള അപ്പനായതുകൊണ്ട് ദൈവം പിന്നെയും തരികയാണ്. എന്നെ ഒരു പ്രത്യേക കർത്തവ്യത്തിന്, ഒരു പ്രത്യേക നിയോഗത്തിന് തിരഞ്ഞെടുക്കുമ്പം ദൈവം തരുന്ന അഡീഷണൽ കൃപയുടെ പേരാണ് വരം. ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പ്രബോധന വരം തന്നു എന്ന് വിചാരിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന വരം തന്നു എന്ന് വിചാരിക്കുക, ദർശന വരം, രോഗശാന്തി വരം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യാനുള്ള വരം, അതെന്നെ ദൈവം ഒരു പ്രത്യേക കടമ ഏൽപ്പിക്കുമ്പം, ഇതൊക്കെ ഉണ്ടായിട്ടും ഇനിയൊരു കടമ ഏൽപ്പിക്കുമ്പം പിന്നെയും ദൈവം തരുന്ന അഡീഷണൽ കൃപയാണ് വരങ്ങൾ. പക്ഷേ ശ്രദ്ധാപൂർവം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, വരങ്ങൾ ആരുടെയും വിശുദ്ധിയുടെ ലക്ഷണമല്ല. വരങ്ങൾ ആരുടെയും വിശുദ്ധിയുടെ ലക്ഷണമല്ല. എനിക്ക് ദർശനവരമുണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും, ഇത് രണ്ടും പൗലോസ് പറയുന്നതാണ് 1 കൊരിന്തോസ് 13. സർവ സമ്പത്തും ഞാൻ ദാനം ചെയ്യുമ്പോഴും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കുമ്പോഴും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുള്ളപ്പോഴും മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സകല ദൈവിക രഹസ്യങ്ങളും ഞാൻ അറിയുമ്പോഴും എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലേ, എന്നെ കൊണ്ട് ഗുണമൊന്നുമില്ല. പക്ഷെ കരിസ്മാറ്റിക് ധ്യാനം, നമ്മൾ ഈ കൗൺസിലിംഗ് സെന്റർ, ഈ ശുശ്രൂഷകൾക്ക് പോകുമ്പം ഈ വരങ്ങളുള്ളവരെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. അവരുടെ ഇതിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് നമ്മൾ. അവർ വലിയ സംഭവമാണ്. നമുക്ക് ആകാം, നമ്മൾക്ക് അവരെ കൊണ്ട് ഗുണമുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് വിശുദ്ധിയുടെ ലക്ഷണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കരുത്. വരങ്ങൾ ആരുടെയും വിശുദ്ധിയുടെ ലക്ഷണമല്ല. അപ്പം വിശുദ്ധിയുടെ ലക്ഷണം ഈ സ്നേഹം, ദയ, നന്മ, ക്ഷമ, വിശ്വസ്തത, ഇതാണ്. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്, പ്രകടമായ തെളിവാണ് ഈ 12 കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ടാണ് ദൈവം നമ്മളെ അളക്കാൻ പോകുന്നത്. നാട്ടുകാർ നമ്മളെ പല രീതിയിൽ അളക്കും, പക്ഷെ ദൈവം നമ്മളെ അളക്കാൻ പോകുന്നത് ഈ 12 കാര്യങ്ങളിലാണ്. സത്യമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. കാരണം ക്ഷമ മാനുഷികമായ ഒരു വികാരമല്ല, ദൈവം സ്വയം തരേണ്ട കൃപയാണ്. അതാണ് ഈശോ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. കുരിശിൽ കിടന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്, അപ്പാ ഇവരോട് ക്ഷമിക്കണേ, ഇവർ ചെയ്യണ എന്താന്ന് അറിയാൻ പാടില്ല. അതാ ശരിക്കും ക്ഷമയ്ക്ക് ഈശോ പഠിപ്പിച്ചെന്ന മാർഗം അതാണ്. നമ്മളോട് തെറ്റ് ചെയ്യുന്നവർ നമ്മളെക്കാൾ അറിവില്ലാത്തവരാണെങ്കില, നമ്മളോളം നന്മയില്ലാത്തവരാണെങ്കില, നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ളവരാണെങ്കില, ദൈവസ്നേഹം നിറഞ്ഞ നമ്മളല്ലേ കുറച്ചും കൂടെ ചെറുതാകേണ്ടത്. അറിയില്ലാത്തതുകൊണ്ടാണെങ്കില ആദ്യം സ്നേഹം വരുമ്പോൾ മാത്രമേ നമുക്കതൊക്കെ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രണ്ടാമത് ദൈവം ഒരിക്കലും സാധിച്ചെടുത്തില്ല എന്ന് പറഞ്ഞ ബൈബിളിലെ രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഞാൻ ക്ഷമിക്കാതെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. എന്നാൽ ക്ഷമ മാനുഷികമല്ല, താനും ദൈവം തന്നെ തരണം. അപ്പോൾ ദൈവത്തെ ആശ്രയിച്ചാൽ മതി എന്നാണ് എൻ്റെ അർത്ഥം. പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് എൻ്റെ അർത്ഥം. ബാക്കി ദൈവം എന്നിൽ പ്രവർത്തിച്ചോളും. മൂന്നാമത്തത് ഇത്തിരി കൂടി പ്രശ്നം പിടിച്ച സാധനമാണ്. മൂന്നാമത്തത് കറക്റ്റ് ഫോണടിച്ച് കറക്റ്റാണ്. ഇത് നമ്മൾ കാണുന്നത് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന വചനഭാഗത്തിൽ ഒത്തിരി അറിവുള്ള വലിയ മനുഷ്യർ, നിങ്ങൾ എല്ലാവർക്കും അറിവുണ്ടാവും. നിങ്ങൾ ഓർത്തേ, മരിച്ച് 4 മണിക്കൂർ കഴിഞ്ഞാൽ ചീഞ്ഞു തുടങ്ങുന്നതാണ് മനുഷ്യ ശരീരം. അകത്തുനിന്നും ചെയ്യും, പുറത്തുനിന്നും ചെയ്യും. കാരണം ശരീരത്തിൻ്റെ ഊഷ്മാവ്, വൈബ്രേഷൻ നഷ്ടപ്പെടുമ്പോൾ ഈ പുറത്തൂടെ പോകുന്ന ഈച്ചയൊക്കെ വന്നിരിക്കും. അതിന് ദേഹത്തുള്ള രോഗമാണ് പുറത്തുനിന്നും. ഓൾറെഡി അകത്ത് ഈ വിഷം ഇതെല്ലാം ഉള്ളതുകൊണ്ട് അകത്തുനിന്നും ചീഞ്ഞു തുടങ്ങും മനുഷ്യ ശരീരം. അപ്പം 4 ദിവസം മരിച്ചിട്ട്
4 ദിവസമാകുമ്പോൾ ഇങ്ങനെ വീർത്ത് ചീഞ്ഞ് പൊട്ടി ശരീരം ഇങ്ങനെ വെള്ളം പോലെ മാംസം ഇങ്ങനെ അഴുകി വീഴുന്ന 4-ാം ദിവസം ഈശോ കുഴിമാടത്തിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകളോട് ഈശോ ഇപ്രകാരം പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറയുന്നതിനേക്കാൾ മുമ്പേ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് കല്ലുരുട്ടി മാറ്റുക. അപ്പം ഏത് കല്ല് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഹെബ്രായ സംസ്കാരത്തിൽ പൈസയുള്ള ആൾക്കാർ സ്വന്തം ശരീരം ഗുഹയിൽ വെക്കും, കുഴിച്ചിടുക. നമ്മളും അവരെയാണ് ഫോളോ ചെയ്യുന്നത്. ക്രിസ്ത്യാനികളും കുഴിച്ചിടുകയാണ്, യഹൂദരും കുഴിച്ചിടുകയാണ്. റോമക്കാർക്ക് ഹൈന്ദവ സഹോദരങ്ങളെ പോലെ ബഹുദൈവ വിശ്വാസമുണ്ട്, അവർ ദഹിപ്പിക്കും. ഹെബ്രായക്കാർ, ഹീബ്രൂസ്, ഇസ്രായേൽക്കാർ കുഴിച്ചിടും. പൈസ ഉള്ള യഹൂദര് അത് കുഴിയിൽ വെക്കും, ഇങ്ങനെ ഗുഹയിൽ വെക്കും. അരിമത്യക്കാരൻ ജോസഫ് സ്വന്തമായി പൂന്തോട്ടവും സ്വന്തമായി കുഴിമാടവും ഉണ്ടായിരുന്ന ആളാണ്. കാരണം അതൊരു ഗുഹ പോലെയാണ്, പൂന്തോട്ടം പോലെയാണ്. അത് വലിയ വലിയ പൈസയൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യും. ലാസറും ബഥാനി എന്ന സ്ഥലത്ത് അത്യാവശ്യം പൈസ, നല്ല മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ലാസറിനെ ഇഷ്ടമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അയാൾക്കും ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഇങ്ങനെ പട്ടിയും ചെന്നായും ഒന്നും എടുക്കാതെ മണം വരാതിരിക്കാൻ ഇങ്ങനെ ഉരുട്ടി ഒരു വലിയ കല്ലും ഇങ്ങനെ ഉരുട്ടി വെക്കും. ഈശോയെ അടക്കം ചെയ്യുമ്പോഴും അങ്ങനെ കല്ലുണ്ടായിരുന്നു. ഈശോ ആ കല്ലുരുട്ടി മാറ്റാനാണ് പറഞ്ഞത്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കിക്കേ, ചീഞ്ഞു പോയ 4 ദിവസം കഴിഞ്ഞ് നന്നായി ചീഞ്ഞു പോയ ഒരു മനുഷ്യ ശരീരത്തെ റെസസിറ്റേഷൻ, പഴയ പരുവത്തിലാക്കാൻ പറ്റുന്ന ക്രിസ്തുവിന് കല്ലുരുട്ടി മാറ്റാൻ പറ്റത്തില്ലേ? അച്ഛാ, അപ്പം നമ്മൾ ആ കല്ലിനെ കുറിച്ച് പഠിക്കണം അച്ഛാ, വളരെ ഗഹനമായി പഠിക്കണം. കാരണം കടപ്പക്കല്ല്, മാർബിള്, കരിങ്കല്ല്, വെട്ടുകല്ല്, ഇതൊന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആണോ? എന്നറിയാൻ പാടില്ലാണ്ട. പിന്നെ ലാസർ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈജിപ്തിലെ മമ്മിയെ പോലെ തുണി ചുറ്റും, അതവരുടെ ആചാരമാണ്. അപ്പൊ തുണി ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് നടന്നു വരികയാണ്. അപ്പൊ ഈശോ പറയണ് ആ വസ്ത്രം അഴിച്ചു മാറ്റി അയാൾ പോക്കോട്ടെ. ദൈവത്തിന് ചില വസ്ത്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് തൊടാൻ പറ്റത്തില്ല. കോട്ടൺ, ടെറി കോട്ടൺ, നൈലോൺ, സിൽക്ക്, കഞ്ചീപുരം, ഇതിലൊന്നും ദൈവത്തിന് തൊടാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? അല്ല. ആശയം വളരെ ലളിതമാണ്. അനുസരണ കൊണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് അത്ഭുതം കൊണ്ട് ദൈവം ചെയ്യുകയില്ല. അനുസരണ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ദൈവം അത്ഭുതം കൊണ്ട് ചെയ്യത്തില്ല. ഗോഡ് ഈസ് നോട്ട് എ മജീഷ്യൻ, ഗോഡ് ഈസ് അബ്ബ ഫാദർ. ദൈവം ഒരു മാജിക്കാരനല്ല. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യാതെ, ഈ കാർന്നോന്മാർ പറഞ്ഞ ഇരുമ്പുണ്ട തിന്നിട്ട് തന്നെ വിഴുങ്ങിയിട്ട് കഷായം കുടിച്ചിട്ട് കാര്യമില്ലെന്ന്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുകയില്ല. ചെയ്യത്തില്ല. കാരണം ദൈവം ഒരു മജീഷ്യനല്ല. ഞാൻ പഠിക്കാതെ എന്നിട്ട് ഞാൻ കത്തിച്ച മെഴുകുതിരിയുടെ എണ്ണത്തിലാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോണത്. സ്വർണം കൊണ്ട് പള്ളി പണിയണവനല്ല, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റണതാണ് ദൈവം എന്നൊക്കെ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഫ്രാൻസിസിന്റെ രൂപത്തിലിരിക്കുന്ന ആള് പറയുന്നത്. ഞാൻ നേർച്ചപ്പെട്ടിലിട്ട പൈസ വെച്ചാണ് എന്നെ അളക്കുന്ന ദൈവം അളക്കുന്നതെങ്കിൽ, വിധവയെ എന്ന പേര് 2 ചെമ്പ് നാണയമിട്ട വിധവയുടെ ഇൻസിഡന്റ് ഒരിക്കലും സുവിശേഷത്തിൽ എഴുതാൻ പാടില്ല. ദൈവം നോക്കിയത് ഇട്ടതിന്റെ വലിപ്പമല്ല, കൊടുത്ത മനസ്സിന്റെ വലിപ്പമാണ് വ്യത്യാസം. അനുസരണ കൊണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് അത്ഭുതം കൊണ്ട് ദൈവം ചെയ്യുകയില്ല. അപ്പൊ ഈ 3 സന്ദർഭമാണ് ബൈബിളിൽ നിന്ന്. നമ്മൾ എത്ര സൂപ്പറായിട്ട് പ്രാർത്ഥിച്ചാലും ദൈവം ഇടപെടുകയില്ല. ഏത് സന്ദർഭം? ദുർമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ പ്രാർത്ഥിച്ചാൽ. 2, ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുന്നത്. 3, അനുസരിക്കാതെ പ്രാർത്ഥിക്കുന്നത്. സാധിച്ചേർത്തില്ലെന്ന് അങ്ങനെ തന്നെ ബൈബിൾ. അപ്പൊ ഞാൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിന് ബ്ലോക്ക് ഉണ്ടാവും. ഇത് കരിസ്മാറ്റിക് ഭാഷയാണ്, ബ്ലോക്ക്, ബന്ധനം ഉണ്ടാവും. അവൻ സ്വയം ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്രാർത്ഥന സാധിച്ചു കിട്ടാത്തത്? നമുക്ക് ഒരാശയം കൂടെ പറഞ്ഞാൽ പോകാമെന്ന് വിചാരിക്കുന്നത്. വളരെ കുഴപ്പം പിടിച്ച ഒരാശയമാണ്. എല്ലാം പ്രാർത്ഥിച്ചു വേണം പറയാൻ. കാരണം അത് എല്ലാം നമ്മളിത് പറയുന്നതിൻ്റെ വേറെ അർത്ഥത്തിൽ വരും. ഓക്കെ, പ്രിയപ്പെട്ടവർ,
നമ്മൾ നാലാമത് പഠിച്ച ഒരു വചനമുണ്ട്, റോമർ 8:15. നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് പറഞ്ഞത്, ആത്മാവോടുകൂടെയാണ് ആബാ പിതാവേ എന്ന് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനാദ്യത്തെ ഭാഗം നമ്മൾ എടുക്കുകയാണ്. ഇത് പറയേണ്ടതായതുകൊണ്ടാണ് കേട്ടോ. ആ വചനം ഇപ്രകാരമാണ് തുടങ്ങുന്നത്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾക്ക് തന്നത് എന്ന് തന്നെ വ്യക്തമാക്കി പഠിപ്പിച്ചു. തിമോത്തിയോസിനോടും സ്വന്തം ശിഷ്യനായ തിമോത്തിയോസിനോട് പൗലോസ് ആവർത്തിച്ച് പറയുന്ന വചനം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പം ഈ ഭയപ്പെടുത്തുന്നു, നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെടുത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് ദൈവമല്ല, അല്ലെന്ന് ശാന്തമായി മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ നോട്ടീസിൽ ഇങ്ങനെ ഈശോ പ്രാർത്ഥിക്കുന്ന പടമുണ്ട്. ഗത്സമനിൽ ഈശോ പ്രാർത്ഥിക്കുന്ന പടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഈശോയുടെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുകയാണോ? കുരിശിൽ ചോര വാർന്ന് കിടക്കുന്ന എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ കിടക്കുന്ന ആളെ കാണുമ്പം നിങ്ങൾക്ക് ഭയം തോന്നുകയാണോ? അപ്പൊ ഭീതി ജനിപ്പിക്കുന്നതൊന്നും ദൈവമല്ല എന്ന് ശാന്തമായി മനസ്സിലാക്കണം. പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കണം, ദൈവം ഭീതിതനായ ദൈവമാണ്, ഭയം ജനിപ്പിക്കുന്ന ആളാണ്. അത് ഈ മനസ്സിലാക്കാൻ എളുപ്പം. നമ്മൾ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കൂലേ, ഇങ്ങനെ വഴക്ക് പറഞ്ഞ് നമ്മൾ കൊച്ചിലെ, കാരണം അവർക്ക് നന്മതിന്മകൾ സ്വന്തമായി തിരിച്ചറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് വികാരങ്ങൾ നിറഞ്ഞ പണിഷ്മെന്റ് ഉണ്ട്. ഞാനന്ന് ഉദാഹരണം, എൻ്റെ വലത് കയ്യിൽ ഇങ്ങനെ പൊള്ളിയ പാടുണ്ട്. ഈ തീ കാണാൻ നല്ല രസമാണ്. അപ്പൊ കൊച്ചിൽ എനിക്ക് തീക്കകത്ത് കൈയിടണം. അപ്പൊ അമ്മ പറഞ്ഞ്, മോനെ തീക്കകത്ത് കൈയിടത് പൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ വേദന എടുക്കും. വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പൊള്ളുക എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. അമ്മച്ചി മാറിക്കണ സമയത്ത് ഞാൻ കൈയിട്ട് പണി കിട്ടി. ഇത്രയും വർഷമായിട്ടും ഇത് പോയിട്ടില്ല. അനുസരണക്കേടിന്റെ ഫലമായി ഇത് മാർക്കായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പം എനിക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എന്നെ പണിഷ് ചെയ്താന്ന് വിചാരിച്ചേ. തെറ്റ് സ്വയം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് അമ്മ ശിക്ഷ അതേപോലെയായിരുന്നു പഴയ നിയമ ജനത. ഒരു ഗ്രഡേഷൻ ഉണ്ട്, ഒരു എവല്യൂഷൻ ഉണ്ട് വിശ്വാസത്തിന്, പഴയതിൽ നിന്ന് പുതിയതിലേക്ക്. നമുക്കതൊക്കെ പറയാൻ ഇത്തിരി സമയം എടുക്കും. പക്ഷെ ആ തർക്കം മനസ്സിൽ നിന്ന് മാറ്റണം. ദൈവം പേടിപ്പിക്കണ ദൈവമാണ് എന്നത് അവരുടെ സങ്കല്പമാണ്. ദൈവം സ്നേഹിക്കണ തന്നെയാണ് അന്നും. പക്ഷെ അവർ ദൈവത്തെ മനസ്സിലാക്കി അങ്ങനെയാണ്. അപ്പോൾ കാരണം വിശ്വാസത്തിന് ഒരു എവല്യൂഷൻ ഉണ്ട്. അത് ഇത്തിരി ഗൗരവമുള്ള ആശയം. നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. അപ്പൊ ഭയം, പുതിയ നിയമത്തിൽ ഭയം ജനിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല, അല്ല എന്ന് ശാന്തമായി മനസ്സിലാക്കണം. പക്ഷെ വചനം ഇപ്രകാരമാണ്: നിങ്ങളെ പിന്നെയും പേടിപ്പിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവ്. മനുഷ്യൻ മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സഭയുടെ, ദൈവത്തിൻ്റെ അടിമയാണോ? ഗതികേട് കൊണ്ട് വിശ്വാസിയായതുകൊണ്ടാണോ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്? അല്ല, ദൈവം പറഞ്ഞിട്ട് വന്നാണെന്ന് പഠിപ്പിച്ചതും ബൈബിൾ തന്നെയാണ്. യോഹന്നാൻ 6-ാം അധ്യായം 2 തവണ ആവർത്തിക്കപ്പെട്ടു. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ഈശോയുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. ദൈവം പറഞ്ഞിട്ടാണ് ഇത്രയും കിലോമീറ്റർ, ഇത്രയും തിരക്കുള്ളൊരു ദിവസം സുരക്ഷിതമായി ഇവിടെ എത്താൻ പറ്റിയത്. ദൈവം പറഞ്ഞിട്ടാണ്. ഇവിടെ നിൽക്കണമെന്നത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 2 വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാം. ഒന്ന്, ഈ ഭയം. നമ്മളെ ഭയം ജനിപ്പിക്കുന്നത് ദൈവമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കതിന് മറ്റൊരു വചനം കൂടെ പഠിക്കാം. അപ്പം നമുക്ക് ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. സുവിശേഷം ഉണ്ടെങ്കിൽ ചുമ്മാ എടുത്തു വെക്കാം. മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ. കടലിനെ ശാന്തമാക്കും, അങ്ങനെ ഒരു തലക്കെട്ടുണ്ട്. കടലിനെ ശാന്തമാക്കും, അങ്ങനെ ആണെന്ന് തോന്നുന്നു. ആ വചനഭാഗം ഇപ്രകാരമാണ്: അന്ന് സായാഹ്നമായപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് മറുകരയ്ക്ക് പോകാം. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർത്തെ, നമ്മൾ ഊഹിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനൊന്നും ബൈബിൾ പഠിപ്പിച്ചില്ല, നമ്മൾ ഊഹിക്കുന്നതാണ്. ഈശോയുടെ ഒരു ഡെയിലി ടൈം ടേബിൾ ഇങ്ങനെ ഉഷസ് 3 മണിക്ക് ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, ദീർഘമായി പ്രാർത്ഥിക്കുന്നു. 6 മണി മുതൽ വൈകുന്നേരം 5:59 വരെയാണ് പകൽ യഹൂദന്മാർക്ക്. 24 മണിക്കൂർ നമ്മളെപ്പോലെ അവർക്കുമുണ്ട്. ഈ വൈകുന്നേരം 6 മണിക്കാണ് പിറ്റേ ദിവസം ആരംഭിക്കുന്നത്. ഇപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം സാബത്ത്, ശനിയാഴ്ച ആരംഭിക്കും.
സീറോ മലബാറുകാരൊക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉഷസായപ്പോൾ എഴുന്നേറ്റ് 6 മണിയായപ്പോൾ ശിഷ്യന്മാരെല്ലാം റെഡിയായി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ വചനപ്രഘോഷണം, ഭവന സന്ദർശനം, രോഗി ശുശ്രൂഷ, പിശാചിനെ ഒഴിപ്പിക്കുക, അങ്ങനെ ശുശ്രൂഷകളിലേക്ക് അവർ കടക്കും. അവർക്ക് തിന്നാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ പകൽ അവസാനിച്ചില്ല. അപ്പോൾ ഈശോ പറയും നമുക്ക് എവിടെയെങ്കിലും പോകാം. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ കൂടും, അല്ലെങ്കിൽ മറുകര ഈ ഗലീലി അതിൻ്റെ അപ്പുറം ഗെത്സമേൻ തോട്ടം, അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ദിവസം ഇവാലുവേറ്റ് ചെയ്ത് വിശ്രമിക്കാൻ, ഭക്ഷണം കഴിക്കാൻ അവരുപയോഗിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പം ഈശോ പറയുകയാണ് നമുക്ക് മറുകരയ്ക്ക് പോകാം. അപ്പം ശിഷ്യന്മാർക്കറിയാം, ലെറ്റസ് കോൾ ഇറ്റ് എ ഡേ, ഈ ദിവസം ശുശ്രൂഷകൾ അവസാനിച്ചു എന്ന് ശിഷ്യന്മാർക്കറിയാം. വായിച്ചു നോക്കുമ്പോൾ അറിയാം, ഒന്നല്ല പല വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ വള്ളങ്ങളെല്ലാം കൂടെ പോകുമ്പം മർക്കോസ് ഏറ്റവും ചെറിയ സുവിശേഷമാണ്, 16 അധ്യായങ്ങളേ ഉള്ളു. അതിലൊരിക്കലും മർക്കോസ് ഡീറ്റെയിൽസ് തരാൻ പാടില്ല, കാരണം ഏറ്റവും ചെറിയ സുവിശേഷമാണ്. പക്ഷെ മർക്കോസ് മാത്രമാണ് കൃത്യമായി പറഞ്ഞത്, യേശു ഏതോ ഒരു വള്ളത്തിൻ്റെ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ മടുത്തിട്ട് ഇങ്ങനെ തണുത്ത കാറ്റടിക്കുമ്പം AC കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോണ പോലെ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിക്കും മടുത്തിട്ട് മനുഷ്യനായതുകൊണ്ട് ക്ഷീണം വന്നിട്ട് യേശു തലയിണ വെച്ച് ഉറങ്ങിയെന്ന് തന്നെയാണ്. ഉറക്കം നടിച്ചു എന്നല്ല, ഉറങ്ങിയെന്ന് തന്നെയാണ്. ശിഷ്യന്മാർ അപ്പം ഇങ്ങനെ കാറ്റടിച്ചു, വഞ്ചി ഇങ്ങനെ ആടി ഒലഞ്ഞു, ഒല്ലു തിരമാലകൾ വന്ന് അതിനുള്ളിൽ വെള്ളം കയറാൻ തുടങ്ങി. മുങ്ങൂന്നൊക്കെ പേടി വന്നപ്പം നിങ്ങൾ ഓർത്തെ, ഈ 12 പേരിൽ 12 പേര് എന്തായാലും ഉണ്ടാവില്ല, ബാക്കി ശിഷ്യന്മാരും ഉണ്ടാവും. ഈ ബഹുഭൂരിപക്ഷവും മീൻപിടുത്തക്കാരാണ്. കാരണം ഈ ഗലീലി ഞാൻ പോയിട്ടില്ല, വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. കായൽ പോലെയാണ്, ഇത്തിരി ആഴവും പരപ്പും ഉണ്ട്, സുലഭമായ മീനുണ്ട്. അപ്പം തിരമാല ഉണ്ടാകുക എന്നുള്ളത് ഈ 3 വശത്തും മലകളായതുകൊണ്ട് പ്രഷർ വ്യത്യാസം വരുന്നതുകൊണ്ട് തിരമാല ഉണ്ടാവും. അപ്പം ഇതൊരു നാച്ചുറൽ ഫിനോമിനാണ്, പ്രകൃതിയുടെ പ്രതിഭാസമാണ് തിരമാല ഉണ്ടാകുക എന്നുള്ളത്. അപ്പം ബഹുഭൂരിപക്ഷവും മീൻപിടുത്തക്കാരാണ്. അപ്പം അവർക്ക് അങ്ങനെ പേടി തോന്നേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ ശക്തമായി, വഞ്ചി മുങ്ങുമെന്നൊക്കെ തോന്നുമ്പം ശിഷ്യന്മാർ എന്തു പറഞ്ഞാണ് ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ആ വചനഭാഗം ഓർക്കുന്നുണ്ടോ? എന്തു പറഞ്ഞാണ് ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ഉണർത്തി അല്ല, ശിഷ്യന്മാർ എന്തു പറഞ്ഞാണ് ഈശോയെ ഉണർത്തിയത്? ഇത് ഞാൻ എടുത്തു പറയുമ്പം ഇത് പഠിച്ചിട്ടാണെന്ന് നിങ്ങൾ ഓർക്കണേ. കാരണം ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും, അല്ലാതെ ബൈബിൾ ട്രാൻസ്ലേഷൻ തെറ്റിപ്പോയിട്ടല്ല. ഇംഗ്ലീഷ് വായിച്ചാലോ ഹിന്ദിയിൽ വായിച്ചാലോ ഇത് മനസ്സിലാകത്തില്ല. ഹിന്ദി വായിച്ചു നോക്ക്, ഹം ഡൂബ് രഹേ ഹോ ഹൂ അങ്ങനത്തെ സാധനം ഉണ്ടാവും. സാധനം ഹം എന്നുള്ള വാക്കിന് നമ്മളെന്നും ഞങ്ങളെന്നും അർത്ഥമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിലും വി ആർ ഗോയിങ് ടു പെറിഷ്, വി എന്ന വാക്കിന് നമ്മളെന്നും ഞങ്ങളെന്നും അർത്ഥമുണ്ട്. മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ കറക്റ്റാണ്. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോണ്. ശരിക്കും അവർ പറയേണ്ട വാക്കെന്താണ്? ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഈ പ്രിയപ്പെട്ടവർ ഓർത്ത്, ഈ ടിവിയും ഫ്രിഡ്ജും വാങ്ങുമ്പം സൈഡ് മുട്ടാതിരിക്കാൻ വേണ്ടി വെളുത്ത നിറത്തിലൊരു സാധനം വെക്കൂലേ, തെർമോക്കോൾ എന്ന് വിളിക്കുവേനെ. തെർമോക്കോൾ വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? പൊങ്ങിക്കിടക്കും. ഈശോ തെർമോക്കോൾ കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടത്? ഈശോ മാത്രം പൊങ്ങിക്കിടക്കുക, മറ്റവന്മാരെല്ലാം മുങ്ങിപ്പോ, ഈശോ മാത്രം പൊങ്ങിക്കിടക്കും. പിന്നെ ദൈവമാണ്, പൊങ്ങിക്കിടക്കും, നമ്മൾ മുങ്ങിപ്പോട്ടാ. ഇത് നമ്മൾ നാടൻ കളിക്കുന്നത്, ഇത് തലക്കകത്ത് കയറാൻ വേണ്ടിയാണ്. ഭയം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ്. മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ ഭയമുള്ളവനാകുക എന്നാണ് അർത്ഥം. ഈ ഭയം ജനിപ്പിക്കുന്നത് എന്തും ദൈവമാകണമെന്ന് നിർബന്ധമില്ല. അത് മാനുഷികമായ ചില പ്രശ്നങ്ങളാകാം, നമ്മുടെ ധൈര്യക്കുറവാകാം, വിശ്വാസത്തിൻ്റെ കുറവാകാം, പ്രാർത്ഥനയുടെ കുറവാകാം, ദൈവത്തോട് ബന്ധമില്ലാത്ത പ്രാർത്ഥനയുടെ കുറവാകാം. അപ്പൊ ഭയം ജനിപ്പിക്കുന്നത് ദൈവമാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവം പേടിപ്പിക്കണ ദൈവം അല്ല, നിങ്ങളെ വീണ്ടും
ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഭയം എന്ന അടിസ്ഥാന പ്രശ്നം നമ്മളെ കീഴ്പ്പെടുത്തുമ്പം മനുഷ്യനെന്ന സാമാന്യ ബുദ്ധി പോലും പ്രവർത്തിക്കത്തില്ല. കാരണം എൻ്റെ അതേ വള്ളത്തിൽ, ഞാൻ തുഴയുന്ന അതേ വള്ളത്തിൽ കിടന്നുറങ്ങുന്ന എൻ്റെ ദൈവം കൂടി ഞാൻ മുങ്ങിയാ മുങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കൂടി പ്രവർത്തിക്കത്തില്ല ഭയം കീഴ്പ്പെടുത്തുമ്പം. ഈ ഭൂമി മലയാളത്തില് ഭയത്തെ തോൽപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സ്നേഹം. വചനമാണ് കേട്ടോ. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. നിങ്ങൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ട് കാണും, പ്രാർത്ഥിച്ചാൽ നമ്മുടെ സകല പ്രശ്നങ്ങളും മാറുമെന്ന് എത്രയോ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. അതാണ് ഈശോ ചോദിച്ചത്. ഇപ്പം അദ്ദേഹം വായിച്ച അതാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇപ്പൊ ഭയം നമ്മുടെ അടിസ്ഥാന പ്രശ്നമാണ്. ആ ഭയം നമ്മളെ കീഴ്പ്പെടുത്തുമ്പം മനുഷ്യനെന്ന അവസ്ഥയ്ക്ക് പോലും വ്യത്യാസം ഉണ്ടാകും. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യാഥാർത്ഥ്യമാണ്. എനിക്ക് രോഗം വന്നാൽ എൻ്റെ ദൈവം കൂടി എൻ്റെ കൂടെ സങ്കടപ്പെടുന്നുണ്ട് എന്ന് പോലും മനസ്സിലാകത്തില്ല. സാമാന്യ ബുദ്ധി പോലും പ്രവർത്തിക്കത്തില്ല ഭയം നമ്മളെ കീഴ്പ്പെടുത്തുമ്പം. ഇനിയും കുറെ പറയാണ്ട്, വലിയ വലിയ മനഃശാസ്ത്രമൊക്കെ പറഞ്ഞാൽ ഏക്കത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നമ്മൾ ആ 5 വചനങ്ങൾ പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് സ്നേഹം നൽകപ്പെടും. ആ സ്നേഹം എന്നിലേക്ക് ദൈവം ഒഴുക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാക്കും. ദൈവത്തിൻ്റെ കുഞ്ഞാകുമ്പം ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. മകനാണെങ്കിൽ മകളാണെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അവകാശമാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ 4ാമത്തെ വചനം പഠിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ച വചനമാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവ്. ഈ ഭയത്തെ തോൽപ്പിക്കാൻ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ ഭയത്തെ തോൽപ്പിക്കാനും സ്നേഹത്തിനു മാത്രമേ പറ്റത്തുള്ളൂ. ആ സ്നേഹം തരുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്ങനെ പരിശുദ്ധാത്മാവ് തരും? ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പം. അത്രയ്ക്കും അത്ഭുതമാണ് പ്രാർത്ഥന. എൻ്റെ സകല പ്രശ്നങ്ങളും ഈ പ്രാർത്ഥിക്കുമ്പം അവസാനിക്കും. കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചാൽ എനിക്ക് സ്നേഹം നൽകപ്പെടുന്നു ദൈവത്തിൻ്റെ. ആ സ്നേഹം എന്നിലേക്ക് ഒഴുക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുന്നു. ഞാൻ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എൻ്റെ അവകാശമാണ്. അതിനിടയിലാണ് നമ്മളിത് പറഞ്ഞത്. നമ്മുടെ സകല പ്രശ്നങ്ങളും ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ഭയത്തെ തോൽപ്പിക്കാൻ സ്നേഹത്തിനു മാത്രമേ പറ്റത്തുള്ളൂ. അതും പ്രാർത്ഥനയിൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ്. അപ്പൊ പ്രഘോഷകർ പറയുന്ന വാക്കുകൾ കറക്റ്റാണ്. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സകല പ്രശ്നങ്ങളും മാറിപ്പോകും. ലാസ്റ്റ് കാര്യം ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരു പ്രശ്നം പിടിച്ചൊരു വാക്കുണ്ട്, വിശ്വാസം. വിശ്വാസമാണ് എല്ലാം എന്ന് പരസ്യവാചകമാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചില്ല. വിശ്വാസമാണ് എല്ലാം. ഏതൊരു പരസ്യം മാത്രമാണ്. അപ്പൊ വിശ്വാസം എന്നത് ആർക്കാണ് ശരിക്കും വിശ്വാസം ഇല്ലാത്ത? ദൈവമില്ലെന്ന് പറയുന്നതും ഒരു വിശ്വാസമല്ലേ? ആണ്. അപ്പൊ എല്ലാവരും വിശ്വാസികളാണ്. നമ്മൾ പറയുന്ന ദൈവത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാവുന്ന പോലെ ഒരു സംഭവം പറയാം. അപ്പൊ വിശ്വാസം ദൈവമുണ്ടെന്ന് സമ്മതിക്കണാണ് എന്ന് തെറ്റിദ്ധരിക്കണ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വാസത്തോടെ അല്ലേ പ്രാർത്ഥിച്ചത്, എന്നിട്ട് എന്താ ദൈവം സാധിച്ചു തരാത്ത, അങ്ങനെയൊക്കെ സംശയം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലാസ്റ്റ് കഥ പറയുന്നത്. ഇതെൻ്റെ കഥയല്ല. ജോസഫ് പാമ്പളാനി എന്ന കത്തോലിക്ക സഭയിൽ ഒരു രൂപതയുടെ ഒരു അഭിവന്ദ്യ മെത്രാനാണ്. അദ്ദേഹം പറഞ്ഞ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പറഞ്ഞൊരു കഥ എൻ്റെ ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അന്ന് അദ്ദേഹം അച്ഛനാണ്, ഇപ്പം അദ്ദേഹം മെത്രാനാണ്.
അദ്ദേഹം പറഞ്ഞ സംഭവം, അദ്ദേഹത്തിന്റെ ഇടവകയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരുമായി അദ്ദേഹം സർക്കസ് കാണാൻ പോയി. ഈ കാർണിവൽ ഉത്സവം ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ ആ നാട്ടിലെ അന്നത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ മരണക്കിണറാണ്. ഇപ്പൊ ഇതിനേക്കാൾ വലിയൊരു ഒരു ഗ്ലോബ് ഇരുമ്പിന്റെ ഭയങ്കര ബലമുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഈ വാഹനം ഓടിക്കുന്നതിനെയാണ് ഈ മരണക്കിണർ എന്ന് പറയുക. ആളുകൾ അതിന്റെ ചുറ്റും നിന്ന് ഇത് കാണുന്ന ടിക്കറ്റ് എടുത്ത്. അപ്പം ഇങ്ങനെ ചെറുപ്പക്കാർ കൂടി നമുക്കത് കാണാൻ പോകാം അച്ഛാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയി. അച്ഛൻ ഉടുപ്പിലാണ്, ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കൂടെ. അച്ഛനാണ് അവർക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തത്. ഇവരെല്ലാം ഇങ്ങനെ കാണാൻ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ അലങ്കരിച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പിന്നെ അനൗൺസ്മെന്റ് ഉടനെ ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് ഓടിച്ച് ഇതിനകത്ത്. നേരെ ഓടിക്കാൻ പറ്റണില്ല കേരളത്തിൽ, ഇതിനകത്തോട് ഓടിച്ച്. അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ബൈക്ക് വന്ന് ഇതിനകത്തോട് ഓടിച്ച്. ആൾക്കാർ വാവിളിച്ച്, അമ്മോ എന്താ പരിപാടി. ഇത് മാറ്റി വെച്ചിട്ട് ഒരു കാർ ഓടിച്ചു. ഇനി കാറും ഈ സ്കൂട്ടറും ബൈക്കും കൂടി ഇതിനകത്തോട് ഓടിച്ച്. ആൾക്കാർ നിർത്താണ്ട് കൈയടിച്ച്. ഇതെല്ലാം വണ്ടി വാഹനങ്ങൾ റെസ്റ്റായി താഴെ നിർത്തിയിട്ട് മറ്റു വാഹനങ്ങൾ പോയി, കാറ് മാത്രം അകത്തുണ്ട്. തിളങ്ങണ ഉടുപ്പുള്ള ആ ചേട്ടൻ മൈക്കെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ ധൈര്യം വലുതാണെന്ന് നിങ്ങൾ സമ്മതിച്ചുകൊണ്ടാണ് ഇത്രയും കരഘോഷം ഞങ്ങൾക്ക് തന്നത്. എങ്കിൽ ചുമ്മാ കൈയടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയല്ല, ഒരു സമ്മാന പദ്ധതി കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ അടച്ചിട്ട കാറിൽ എല്ലാ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിച്ച് ഈ അടച്ചിട്ട കാറിൽ ഒരു 3-4 റൗണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന, ബെൽറ്റും ഹെൽമെറ്റും എല്ലാം വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്ക് 3000 രൂപ തരാം. എല്ലാവരും കൈയടിച്ച്, ആരും അനങ്ങിയില്ല. 4000 രൂപ തരാം. എല്ലാവരും കൈയടിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞല്ലാതെ ആരും കൈപൊക്കിയില്ല. 5000 രൂപ തരാമെന്ന് പറഞ്ഞ്. അപ്പം 5000 രൂപയ്ക്ക് വലിയ വിലയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇങ്ങനെ ഉടുപ്പിൽ നിൽക്കണ അച്ഛൻ വലിയ മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഉടുപ്പിൽ നിൽക്കണ അച്ഛൻ്റെ ഇങ്ങനെ ദേഹത്ത് ലോഹയിൽ ഇങ്ങനെ ചെറുപ്പക്കാരിങ്ങനെ ഉരച്ച്, ഇങ്ങനെ മുട്ടുകൊണ്ട് ഇങ്ങനെ ഉരച്ച്, അച്ഛാ ദേ വിളിക്കണ കേട്ടില്ല അച്ഛാ, പോ അച്ഛാ, അച്ഛനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. നിങ്ങൾ ചിരിച്ച പോലെ ഞങ്ങളും ചിരിച്ച്. പ്രസംഗം അവസാനം ഈ യുവജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. യുവജനങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെയാണ് അന്ന് അച്ഛൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി പോകുമ്പം ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇത്രയും വലിയൊരു അച്ഛൻ വന്നിട്ട് എന്തിനാ ഈ കഥ പറഞ്ഞത്? അപ്പം അതിനകത്ത് എന്തോ രഹസ്യമുണ്ട്. ആ രഹസ്യത്തിൻ്റെ പേരാണ് വിശ്വാസം. ദൈവം ഭയങ്കര സംഭവമാണെന്ന് നമുക്കറിയാം. ദൈവമാണ് ഈ ഗ്ലോബ് സൃഷ്ടിച്ചത്, ദൈവമാണ് വാഹനം സൃഷ്ടിച്ചത്, ദൈവമാണ് ഡ്രൈവർ. ഇതെല്ലാം നമുക്കറിയാം. ആ ദൈവം ഓടിക്കാൻ കഴിവുള്ള, ഇതെല്ലാം സൃഷ്ടിച്ച ആളാന്ന് പറഞ്ഞ് കൈകൊട്ടി പുറത്തു നിൽക്കാനല്ല. ദൈവം ചോദിക്കുകയാണ്, കുഞ്ഞെ, എല്ലാ സുരക്ഷാമാർഗങ്ങളും സ്വീകരിച്ച് എൻ്റെ കൂടെ ഈ ലോകമാകുന്ന ഈ യാത്രയിൽ എൻ്റെ കൂടെ വരാവോ? അപ്പം നമ്മൾ യേശു പറഞ്ഞതിൻ്റെ ആ ധൈര്യത്തിൻ്റെ പേരാണ് വിശ്വാസം. അല്ലാതെ ദൈവമുണ്ടെന്ന് സമ്മതിക്കുന്നത് വിശ്വാസമല്ല. അബ്രഹാം വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള ധൈര്യമാണ് അബ്രഹാത്തിനുണ്ടായിരുന്നത്. അല്ലാണ്ട് ദൈവം ഉണ്ടെന്ന് സമ്മതിക്കണമല്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കാത്തതെല്ലാം പാപമാണെന്ന് വചനം പഠിപ്പിക്കാൻ കാരണം ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ധൈര്യമാണ് വിശ്വാസം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് അത് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും, നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞാകും. എഴുന്നേറ്റ് നിൽക്കാവൂ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ, സംശയം കൂടുതൽ പ്രശ്നം ജനിപ്പിക്കുന്നതാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇത്രകൂടി ദൈവസ്നേഹം നിറയാൻ ഇത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിച്ചാല. ബുദ്ധിമുട്ടിൽ ഇങ്ങനെ കൈകൾ കൂപ്പി പിടിക്കുക, ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയോടെ ഇങ്ങനെ കുഞ്ഞിനെ പോലെ കൈകൾ കൂപ്പി പിടിക്കാം. അപ്പാ എന്ന് വിളിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പാന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പാന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പറയുന്ന ഏത് കാര്യമാണ് നമ്മുടെ അപ്പനും മനസ്സിലാകാത്തത്? നിങ്ങൾ കടന്നു പോണ സങ്കടം നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് നിങ്ങളുടെ ദൈവത്തിന് അറിയാമെന്ന് പഠിപ്പിച്ച ഏക പുസ്തകം ബൈബിളാണ്. നീ ഇതുവരെയും എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചില്ല, ചോദിക്കുകയെന്ന് പറഞ്ഞതും ബൈബിൾ തന്നെയാണ്. മൗനമായിട്ട് പ്രാർത്ഥിക്കാവാ, സ്വന്തം ഭാഷയിൽ പറയാവാ, സ്വന്തം അപ്പനായ ദൈവത്തോട്
സ്വന്തം ഭാഷയിൽ പറയാവാ, സങ്കടങ്ങൾ ഓരോന്നോരോന്ന് പറയാവാ. ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. അത് മകനെ പോലെ മകളെ പോലെ ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ആ അവകാശത്തോടെ ചോദിക്കാം. ഓരോ ആവശ്യങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇറക്കി വെക്കാം. ഏതാനും സെക്കൻഡുകൾ മൗനമായിട്ടായിരിക്കാം.